നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. അതിഭയാനകമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം കേരള സമൂഹത്തെ തുറിച്ചു നോക്കുകയാണ്. രക്ഷപ്പെടണമെങ്കിൽ കേരളം വിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറണം എന്ന ചിന്ത നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾക്കിടയിൽ വളരെയധികം രൂഢമൂലമായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു കുടിയേറ്റമാണ് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, മറ്റ് ജോലി ആവശ്യങ്ങളുടെ ഒക്കെ പേരിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അവിടെ തന്നെ ഒരു സ്ഥിരതാമസമാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നു മുതലാണ് കേരളം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക്, ഭാവിയെക്കുറിച്ച് വളരെയധികം പ്രതീക്ഷകളുള്ള യുവതലമുറയ്ക്ക് ഒരു ഒരു പേടി സ്വപ്നമായി മാറിയത്? എന്ത് ഘടകങ്ങളാണ് കേരളത്തെ വിദ്യാർത്ഥി മനസ്സിൽ നിന്നും യുവജനങ്ങളിൽ നിന്നും അകറ്റുന്നത്? നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പണിമുടക്കിൽ സംഭവിച്ചതൊക്കെ നാം കണ്ടതാണ്. ഒപ്പം മാത്രമല്ല, പിൻവാതിൽ നിയമനം, സമരങ്ങൾ, സംവരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ അനവധി പ്രശ്നങ്ങൾ കേരള സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. യുവജനങ്ങളെ നാട് കടത്തുന്നതാര്? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്ട്, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ഒപ്പം യുവജന പ്രതിനിധി ബിബിൻ ചാമക്കാലയിൽ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ യുവജനങ്ങളുടെ ഒരു പേടി സ്വപ്നമായി എന്തുകൊണ്ട് കേരളം മാറുന്നു? നമുക്കറിയാം, ഒരു ഗൾഫ് കുടിയേറ്റം 70കളിൽ അല്ലെങ്കിൽ 60കളിലൊക്കെ സംഭവിച്ചത് അതൊരു ഡിസ്ട്രസ്, ഒരു മൈഗ്രേഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഗത്യന്തരമില്ലാതെ ഗൾഫിലേക്ക് കുടിയേറുന്നു. അതേ ഒരു പാറ്റേൺ നമുക്ക് ഈ 2020-25 ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതായത് ഗത്യന്തരമില്ലാതെ നാട് വിടേണ്ടി വരുന്ന ഒരു അവസ്ഥ. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മൈഗ്രേഷൻ കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് സംഭവിക്കുന്നു? അത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് ഏത് സമുദായത്തെയാണ്? ഫാദർ ടോം ഒലിക്കരോട്ട്. ജോർജി, ഈ ഒരു ആശങ്കകൾ, ജോർജി ആരംഭത്തിൽ സൂചിപ്പിച്ച ആശങ്കകളെല്ലാം വാസ്തവമായിരിക്കും തന്നെ. കുടിയേറ്റത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിട്ട് തന്നെ കുടിയേറ്റങ്ങൾ എപ്പോഴുമുണ്ട്. കുടിയേറ്റം ഒരു സ്വാഭാവികമായ മാനുഷിക ചോദനയിൽ നിന്ന് സംഭവിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ എപ്പോഴും കടക്കുന്നത്. ഇനി നമ്മൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ കുടിയേറ്റത്തിന്റെ വലിയ കഥ ചരിത്രം ആഖ്യാനം ചെയ്തുകൊണ്ടാണ് വേദപുസ്തകം ത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെ വികസിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ കുടിയേറ്റത്തെ അതൊരു ആഗോള പ്രതിഭാസമാണ്. ലോകം ഇന്നൊരു ആഗോള ഗ്രാമമായിട്ട് മാറുന്നു, ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുടിയേറ്റത്തെ നമുക്ക് ഒരൊറ്റ അർത്ഥത്തിൽ നിഷേധിക്കാനോ തടഞ്ഞു നിർത്താനോ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഇനി മലയാളികളുടെ ഇടയിലെ കുടിയേറ്റത്തെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് ഈ കുടിയേറ്റത്തിന്റെ ശൈലിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപ് ഗൾഫിലേക്കോ മറ്റോ ഉള്ള സാമ്പത്തിക ലക്ഷ്യങ്ങളോടുകൂടിയുള്ള കുടിയേറ്റമായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 20 വർഷം കൊണ്ട് അതിന് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു 2023 നടന്ന ഒരു മൈഗ്രേഷൻ സർവേയുടെ റിസൾട്ട് പറയുന്നത് ഏകദേശം കേരള ജനസംഖ്യയുടെ ഒരു 21.5% ആളുകൾ വിദേശങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 80% ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ വിവിധങ്ങളായ യൂറോപ്യൻ, അമേരിക്കൻ വൻകരകളിൽ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ള കണക്ക് പറയാം. ഇനി എന്തുകൊണ്ട് ഈ കുടിയേറ്റം സംഭവിച്ചു എന്നുള്ളതിനെ നമ്മൾ ആദ്യം ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് നമ്മളൊരു കാർഷിക സംസ്കാരത്തിന്റെയും കാർഷിക വൃത്തിയും ഒക്കെയാണ് നമുക്കുണ്ടായിരുന്നതെങ്കിൽ പിന്നീട് നമ്മുടെ സമൂഹത്തിൽ തന്നെയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും വലിയ ഒരു വിദ്യാഭ്യാസ പുരോഗതി നമ്മുടെ സമുദായത്തിന് ഉണ്ടായി. അങ്ങനെ നമ്മൾ കൈവരിച്ച വിദ്യാഭ്യാസ നിലവാരത്തിന്റെയും തൊഴിൽ നൈപുണ്യത്തിന്റെയും ഒരു പരിണിത ഫലമാണ്, അതിന്റെ ഒരു റിസൾട്ടാണ് ഈ കുടിയേറ്റം എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ, നഴ്സിംഗ് കോളേജൊക്കെ ഈ കേരളത്തിൽ തന്നെ ആദ്യം തുടങ്ങുന്നത് ക്രൈസ്തവ സഭയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇതിലെല്ലാം വഴി നമ്മുടെ സമുദായത്തിൽ നിന്ന് കുടിയേറ്റം ധാരാളം നടക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ആളുകളെ രൂപപ്പെടുത്തുന്നതിൽ, വിദ്യാഭ്യാസം കൊണ്ടും തൊഴിൽ നൈപുണ്യം കൊണ്ടും രൂപപ്പെടുത്തുന്നതിൽ ഈ സമുദായത്തിന് സാധിച്ചു എന്നുള്ളതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഈ പറയുന്ന കുടിയേറ്റം. അതൊരു വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അതുപോലെ തന്നെ സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചിന്റെ യൂത്ത് ലീഡേഴ്സ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു വിങ് 2023 കേരളത്തിലെ ഏകദേശം 100-ലധികം ചെറുപ്പക്കാരുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ ഈ വിദ്യാർത്ഥി കുടിയേറ്റത്തിന്റെ, ചെറുപ്പക്കാരുടെ കുടിയേറ്റത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ഒരു പഠനം നടത്തി. ഈ പഠനത്തിന്റെ റിസൾട്ടിൽ അവർ പറയുന്നത് സാമ്പത്തിക ലക്ഷ്യമല്ല നമ്മുടെ ചെറുപ്പക്കാരുടെ കുടിയേറ്റത്തെ, ഈ വിദ്യാർത്ഥികളുടെ കുടിയേറ്റങ്ങളെയൊക്കെ പ്രധാന ആകർഷകമായിട്ടുള്ളത്. മറിച്ച് ഒരു തുറന്ന സമൂഹ വ്യവസ്ഥിതിയോടുള്ള അവരുടെ ഒരു ആഗ്രഹമാണ്. ഇപ്പൊ യൂറോപ്യൻ സാമൂഹ്യ രീതിയിൽ ഒരാളുടെ ജീവിതത്തിലോ അയാളുടെ സ്വകാര്യതയിലേക്ക് ഒരു കടന്നുകയറ്റമില്ല. ഈ പറയുന്ന മോറൽ പോലീസിങ്, ഇതൊക്കെ അപ്പൊ അങ്ങനെ ഒരു തുറന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ജീവിക്കാൻ, മെച്ചപ്പെട്ട ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ചെറുപ്പക്കാർ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ നമ്മളിങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങളെ, കുടിയേറ്റത്തെ ഒരു പോസിറ്റീവായിട്ട് കണ്ടാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേടിയ പുരോഗതിയുടെ, വിദ്യാഭ്യാസവും അതുപോലെ തൊഴിൽ നിപുണതയിലും നേടിയ പുരോഗതിയുടെ ഒരു അടയാളമാണ് നമ്മുടെ ചെറുപ്പക്കാർ വിദേശങ്ങളിലേക്ക് കുടിയേറുന്നതെന്ന് അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് പറയാം. അതിന്റെ എല്ലാ മറ്റ് ദോഷവശങ്ങളെയും നമ്മൾ പരിഗണിക്കാതെയാണ് പറയുന്നത്. പോസിറ്റീവായിട്ട് അതിനെ ആദ്യം നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഇനി നമ്മൾ അതിന്റെ നെഗറ്റീവായിട്ട്, ഇതിന്റെ പ്രതികൂലമായിട്ടുള്ള കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ, ചെറുപ്പക്കാർ നാട് വിട്ടാൽ നാട് ഉറങ്ങുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വീട് ഉറങ്ങിപ്പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ മുമ്പിൽ അത് ഒരു നഗ്ന സത്യമായിട്ട് അവശേഷിക്കുന്നുമുണ്ട്. ആളുകളില്ലാത്ത, ചെറുപ്പക്കാരില്ലാതായി മാറുന്ന കുടുംബങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുള്ള ആശങ്കാജനകമായ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ കുടിയേറ്റത്തിന്റെ ഈ പ്രവണതയെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. കുടിയേറ്റം മനുഷ്യ ചരിത്രത്തിൽ നിരന്തരം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, കുടിയേറ്റം എന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ ഒരു മികച്ച നയം ഈ സംസ്ഥാനത്ത് രൂപപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ് യുവജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന, മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പുകൊടുക്കാൻ പറ്റുന്ന, തുറന്ന ഒരു സാമൂഹിക പരിതോവസ്ഥ സൃഷ്ടിക്കുന്ന, പുതിയ തൊഴിൽ സംരംഭങ്ങൾക്ക് സാധ്യതകളും സംരക്ഷണവും പ്രോത്സാഹനവും കൊടുക്കുന്ന നയങ്ങളും സമീപനങ്ങളും ഗവൺമെന്റുകളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ ശത്രുക്കളെ പോലെയാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ ഒക്കെ. ഒരു സംരംഭകന്റെ ശത്രുവായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഇന്നലെ തന്നെ കണ്ട ഒരു ദൃശ്യമാണ്. മീൻ വിൽക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ അടുത്ത് എന്ന് പറയാണ്, ഹർത്താൽ ദിവസം നിന്റെ മീനിനകത്ത് മണ്ണെണ്ണ ഒഴിക്കും എന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഇതാണ് ഈ നാടിന് വന്നിട്ടുള്ള ഏറ്റവും പരിഹരിക്കപ്പെടേണ്ട വിഷയം. ഞാൻ വിശ്വസിക്കുന്നു ഇത് മനസ്സുവെച്ചാൽ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെയും പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. ഒരു ചെറുപ്പക്കാരന്റെ, ഒരു വ്യക്തിയുടെ ഉപജീവന മാർഗമായ പച്ച മത്സ്യത്തിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവനെ വീട്ടിൽ അടച്ചിരുത്തി അവന്റെ ഉപജീവനം അന്നമൂട്ടിക്കുന്ന രാഷ്ട്രീയ ശൈലികൾ ജനാധിപത്യ സംസ്കാരത്തിലും സമൂഹത്തിലും ഭൂഷണമല്ലെന്ന് 21-ാം നൂറ്റാണ്ടിൽ പോലും തിരിച്ചറിയാത്ത ഈ പ്രസ്ഥാനങ്ങൾ തന്നെ തിരുത്താൻ മനസ്സായാൽ തീർച്ചയായിട്ടും അതായിരിക്കും ഒരു തുറന്ന സമൂഹ നിർമ്മിതിയുടെ ആദ്യത്തെ കാൽവെപ്പെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഞാൻ ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിലേക്ക് പോവുകയാണ്. സാർ, അങ്ങൊരു അധ്യാപകൻ കൂടിയാണ്. നമുക്ക് വളരെ നാളുകളായിട്ട് വിദ്യാർത്ഥികളെ അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞൊരു 10 വർഷത്തെ ഒരു ചരിത്രം, അല്ലെങ്കിൽ കഴിഞ്ഞൊരു 5 വർഷത്തെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സ് എത്തരത്തിലാണ് മാറ്റപ്പെടുന്നത്? പലപ്പോഴും പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് വീടിന്റെ അടുത്ത് തന്നെ ഒരു ജോലി കിട്ടുക. ഇനി അത് കിട്ടിയില്ലെങ്കിൽ സ്വന്തം ജില്ലയിൽ കിട്ടുക, അല്ലെങ്കിൽ അതും കിട്ടിയില്ലെങ്കിൽ കേരളത്തിന്റെ അകത്ത് തന്നെ എവിടെയെങ്കിലും ജോലി കിട്ടുക എന്നതായിരുന്നു വലിയൊരു സ്വപ്നം. ഇന്ന് കേരളത്തിനകത്ത് ഒരു ജോലി കിട്ടുക എന്നതൊരു ദുസ്വപ്നമായി മാറുന്ന ഒരു കാഴ്ച. സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ
ഒരു 30-35 വയസ്സ്, അതിൻ്റെ ഇടയിൽ തന്നെ ഈ പിൻവാതിൽ നിയമനം, സംവരണം പോലുള്ള പല വിഷയങ്ങൾ. ഇനി ഇവിടെ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇവിടെ പ്യൂൺ മുതൽ മുകളിലേക്കുള്ളവർക്ക് കൈമടക്കൊക്കെ കൊടുക്കേണ്ട അവസ്ഥ, അത് കൊടുത്തില്ലെങ്കിൽ സ്വന്തം ഭൂമിയിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ കൂടി കുത്തുന്ന ഒരു അവസ്ഥ. എന്തുകൊണ്ട് കേരളത്തിന് ഇങ്ങനെ ഒരു അപജയം സംഭവിക്കും? നമ്മൾ ചുറ്റിലും നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആംഗിളിലൂടെ നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ പ്രത്യേക കാലഘട്ടത്തിന് ശേഷം ഈ ഒരു അപജയം കേരളത്തിൽ സംഭവിക്കുന്നു? ഡോക്ടർ ചാക്കോ കലാമർ. താങ്ക് യു ജോജി. ഞാന് ഈ കുടിയേറ്റത്തെ കുറിച്ച് ടോം മൂലിയക്കാരച്ചന് ഒലിക്കലോട്ടച്ചൻ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ചേർത്ത് വായിച്ചുകൊണ്ട് ഞാനിതിന് മറുപടി നൽകാം. നമുക്കറിയാവുന്നതുപോലെ മലബാർ കുടിയേറ്റം കേരളത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യം. അതുപോലെ തന്നെയാണ് മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായ കുടിയേറ്റം. അതൊക്കെ ജീവിത സുസ്ഥിതിക്ക് വേണ്ടിയുള്ള കുടിയേറ്റങ്ങളായിരുന്നു, ഒപ്പം സർക്കാരിന്റെ കൂടെ ആവശ്യമായിരുന്നു. മലബാർ കുടിയേറ്റവും ഹൈറേഞ്ച് കുടിയേറ്റങ്ങളും ഒക്കെ സർക്കാർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഭാഷാടിസ്ഥാനത്തെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ആവശ്യമായിട്ടുള്ള ഭൂപരിധി അല്ലെങ്കിൽ ജില്ലകൾ ഉണ്ടാകണമെങ്കിൽ അതിനവിടെ മലയാളികൾ വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം എന്ന് പറഞ്ഞ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായതൊരു ഫാക്ടറാണെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇന്ന് പല ഭാഗങ്ങളും, കന്യാകുമാരിയുടെ ഭാഗങ്ങളടക്കം, പത്തനംതിട്ട അടക്കം, അതുപോലെ തന്നെ മലബാറിലാണെങ്കിൽ വയനാട്ടില്, കാസർഗോഡ്, അതുപോലെ തന്നെയുള്ള ജില്ലകളിലെല്ലാം, പാലക്കാട് അടക്കമുള്ള ജില്ലകളിലൊക്കെ ഈ പ്രദേശങ്ങൾ കേരളത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്നത് കുടിയേറ്റം സഹായിച്ചിട്ടാണ്. അപ്പം ആ കുടിയേറ്റം കേവലം സംസ്ഥാനത്തിൽ മാത്രം സഹായിക്കുകയല്ല ചെയ്തത്, മറിച്ച് ആ കുടിയേറ്റത്തിലൂടെ നമ്മുടെ നാനാവിധമായിട്ടുള്ള വളർച്ചയ്ക്ക് വളരെയധികം വലിയ കോൺട്രിബ്യൂഷൻസ് കൊടുത്തു. അത് കൃഷിയിലാണെങ്കിലും, അതുപോലെ തന്നെ സംസ്ഥാന രൂപീകരണത്തോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ വിദ്യാലയങ്ങള്, ആരോഗ്യ മേഖലയിലാണെങ്കിൽ ഹോസ്പിറ്റലുകള്, അതുപോലെ തന്നെ നമുക്ക് റോഡുകള്, പാലങ്ങള്, ട്രാൻസ്പോർട്ടേഷൻസ്, ഇതെല്ലാം കുടിയേറ്റത്തിന്റെ അനന്തര ഫലമായിട്ട് കുടിയേറ്റ സംവിധാനങ്ങളിലൂടെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹങ്ങള് വലിയ കോൺട്രിബ്യൂഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. മലബാറിന്റെ മുഖച്ഛായ മാറ്റിയത് തന്നെ കൃഷിയുടെയും ആരോഗ്യ മേഖലയുടെയും സാംസ്കാരിക മേഖലയുടെയും സാമ്പത്തിക മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പൊതുഭരണ മേഖലയുടെയും ഒക്കെ ഇന്നത്തെ വികസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന മലബാർ കുടിയേറ്റമാണെന്ന് അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ രണ്ട് കുടിയേറ്റങ്ങളും, ഒന്ന് നമുക്ക് മലേഷ്യ, സിംഗപ്പൂർ അല്ലെങ്കിൽ ശ്രീലങ്ക പോലുള്ള, കൊളംബോ പോലുള്ള പ്രദേശങ്ങൾ കുടിയേറ്റം, രണ്ടാമത്തെ മലബാർ അല്ലെങ്കിൽ ഹൈറേഞ്ച് കുടിയേറ്റങ്ങൾ, ഇതൊക്കെ ജെന്യുവനായിട്ടുള്ള ചില പ്രത്യേകതകൾ കൊണ്ടും നിലനിൽപ്പിന്റെ ആവശ്യങ്ങൾ കൊണ്ടും സർക്കാരിന്റെ നിർബന്ധം കൊണ്ടും സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിലുമൊക്കെ ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ഇന്ന് ഈ സംസ്ഥാനത്ത് ഉത്തരവാദി താങ്കൾ ഇവിടെ ചോദിച്ചതുപോലെ യുവജനങ്ങളെ നാട് കടത്തുന്ന ആരെ എന്ന ചോദ്യമില്ല. ആ ചോദിച്ചതിന്റെ ഉത്തരവാദിത്വം ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്നാമത്തത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും, രണ്ടാമത്തത് രാഷ്ട്രീയ സംവിധാനങ്ങളും ഇവിടുത്തെ വ്യവസ്ഥിതിയുമാണ് കുടിയേറ്റത്തിന് വലിയ തോതിൽ കാരണമാകുന്നത്. ഗൾഫ് നാടുകളിലേക്ക് കുടിയേറിയിരുന്നു എന്നുള്ളത് ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ അതും ഈ പറഞ്ഞതുപോലെ ജീവിത സുസ്ഥിതിക്ക് വേണ്ടി ഗൾഫിൽ പോയി ജോലി ചെയ്ത് ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ ഗൾഫ് നാടുകളിൽ PR കിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ പോയി സ്ഥിരതാമസമാക്കാൻ കഴിയില്ല, തിരിച്ചു പോരും, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ സംസ്ഥാനത്തിന് വരുമാനമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനം, സംസ്ഥാന സാമ്പത്തിക അടിസ്ഥാനം ഗൾഫ് പണമായിരുന്നു. പിന്നീട് അത് മാറി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം തുടങ്ങാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം, പഠിക്കുന്ന വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പുകൾ നടത്തി വിദേശത്ത് പോയി പഠിച്ച് ജോലി മേടിക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകാതെ അവരങ്ങനെ പഠിച്ച് തിരിച്ച് അതിൽ ഒത്തിരി പേരെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വന്ന് രാജ്യത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ സ്വപ്നങ്ങൾക്കും സാക്ഷാത്കരിക്കാനുള്ള ഉപകരണങ്ങളായി തീരുക എന്ന് പറയുന്നത് ആശാസ്യമാണ്. പക്ഷെ ഇന്നത്തെ പോക്ക് താങ്കൾ ചോദിച്ചതുപോലെ കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത്, ഈവൻ SSLC കഴിഞ്ഞു അല്ലെ +2 കഴിഞ്ഞിട്ട് കുട്ടികള് വിദേശത്തേക്ക് ഓടുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് കേവലം എന്താ പറയാ, ജീവിതത്തിലെ സുസ്ഥിതിക്ക് വേണ്ടി മാത്രമല്ല, ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതികള് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പൊ അച്ഛനോട് സൂചിപ്പിച്ചത്. ഇന്നലെ നടന്ന അഖിലേന്ത്യാ പണിമുടക്ക്, അത് ഭാരതീയ പണിമുടക്കാണല്ലേ, ഭാരത പണിമുടക്കാണെന്ന് പറഞ്ഞെങ്കിലും കേരളത്തിൽ നടന്നതുകൊണ്ട് കേരള പണിമുടക്കിനെ ഭാരത പണിമുടക്കെന്ന് വിളിക്കുകയാണ്. ആരോ അവിടെ ട്രോളിലിട്ടതുപോലെ കേരളത്തിലെ
പുഴയെ ഭാരതപ്പുഴ എന്ന് വിളിക്കാമെങ്കിൽ കേരളത്തിലെ പണിമുടക്ക് മാത്രമുള്ള സ്ഥലത്തോട് നമുക്ക് ഭാരത പണിമുടക്കല്ലേ ഭാരത ബന്ധം എന്ന് പറയാമെന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു തമാശയാണ്. ഇവിടെ ഒരു അരക്ഷിതാവസ്ഥ യുവജനങ്ങളുടെ മനസ്സിൽ ചേക്കേറിയിരിക്കുന്നു. അവരുടെ സ്വൈര്യ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നത്, അവരുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത്, അവരുടെ ജോലി സാധ്യതകൾ തടയുന്നത്, അവരുടെ സുരക്ഷിതത്വ കുറവ്, അവരുടെ മെച്ചപ്പെട്ട സാമൂഹ്യ ബന്ധങ്ങളുടെ ഉലച്ചിലുകൾ, അതുപോലെ എപ്പോഴും ഭയചകിതമായ സാഹചര്യത്തിൽ കഴിയേണ്ടി വരുന്നത്, ഇതൊക്കെ പലരിൽ നിന്ന് കേട്ടും കണ്ടും പഠിച്ചും അവരെങ്ങനെയെങ്കിലും പുറത്തുപോയി അവനവന്റെ സ്വൈര്യ ജീവിതം സാധ്യമാകുമല്ലോ, ഇനി ജോലി അല്ലെങ്കിൽ പോലും കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിൽ പോലും അവിടെ ഒരു മനുഷ്യനൊരു അന്തസ്സുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും അവര് സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ്. അത് മാറണം തീർച്ചയായിട്ടും. ഞാനിപ്പോ ആ കോളേജിലെ ഒരു പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം ഒരു വർഷത്തില് അവിടെ പഠിച്ച വിദ്യാർത്ഥികളിൽ 100ഓളം വിദ്യാർത്ഥികൾ അവര് ഈ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ലെറ്റർ ഓഫ് റെഫറൻസിനും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് വരാറുണ്ട് ഓരോ വർഷവും. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ഭൂരിഭാഗവും നമ്മുടെ ക്രൈസ്തവ സമുദായത്തിലെ കുട്ടികളുമാണ്. ഒരു പ്രാവശ്യം സാന്റാ മോണിക്ക അവര് 2 വർഷം മുമ്പാണെന്ന് എന്റെ ഓർമ്മ എറണാകുളത്ത് വലിയൊരു സമ്മേളനം നടത്തി 30,000 പേരെ അവർ റിക്രൂട്ട് ചെയ്ത് വിദേശത്തേക്ക് അയച്ചതിന്റെ 2/3 ഭാഗവും ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണെന്ന് അതിന്റെ MD തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അതും സിറോ മലബാർ സഭയിലും അല്ലെങ്കിൽ അതുപോലുള്ള കത്തോലിക്ക സഭയിലുമുള്ള അംഗങ്ങളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയുണ്ടായി. അപ്പൊ ഇവിടെ അവർക്ക് ജോലി സാധ്യത വളരെ കുറവാണ്. മറ്റുള്ള സമൂഹങ്ങളെ അപേക്ഷിച്ച്, മറ്റുള്ള സമുദായങ്ങളെ അപേക്ഷിച്ച് ക്രൈസ്തവ സമുദായത്തിന് സംവരണമില്ല, ജോലി സാധ്യതകൾ കുറവാണ്. അതോടൊപ്പം തന്നെ അവർക്ക് സാമ്പത്തികമായ ഞെരുക്കമുണ്ടെങ്കിൽ സഹായിക്കാൻ ആളുകളില്ല, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, ലോൺ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജോലി കിട്ടിയിട്ട് അത് തിരിച്ചടയ്ക്കാം എന്ന ഒരു പ്രതീക്ഷയില്ല. ഇതൊക്കെ നഷ്ടപ്പെടുകയും കുറെ പേരെങ്കിലും പുറത്തു പോയിട്ട് ഈ പറയുന്ന അരക്ഷിതാവസ്ഥകളൊക്കെ അതിജീവിച്ച് അവിടെ ജീവിക്കുന്നത് കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അത്തരത്തിൽ അവർ പ്രതികരിക്കുന്നെങ്കിൽ നമുക്കതിനെ കുറ്റം പറയാൻ കഴിയില്ല. അത് അവരുടെ ഒരു ആഗ്രഹമാണ്, അവർക്ക് സുസ്ഥിര ജീവിതം നയിക്കാനുള്ള അവരുടെ ജീവിതത്തിന്റെ ഒരു പുറപ്പാടാണ്. ആ പുറപ്പാടിനെ പക്ഷെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് അങ്ങനെ പോകുന്നതെല്ലാം ഒരുപക്ഷെ നമുക്ക് ഗുണകരമല്ല, അല്ലെങ്കിൽ പോകുന്ന എല്ലാ വിദേശ യാത്രകളും അല്ലെങ്കിൽ വിദേശ പഠനങ്ങൾ അല്ലെങ്കിൽ വിദേശ ജോലിക്ക് വേണ്ടി പോകുന്നവരെല്ലാവരും സുരക്ഷിതരാണെന്നോ അവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്നോ ഞാൻ കരുതുന്നില്ല. നല്ല രീതിയിൽ സ്കോളർഷിപ്പ് നേടി പോകുന്നു. ഇപ്പോ എനിക്കറിയാം ഒരു കുടുംബത്തിലെ 2 കുട്ടികള് യൂറോപ്യൻ സ്കോളർഷിപ്പ് കിട്ടി, 50 ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് കിട്ടി 4 രാജ്യങ്ങളിലായി അവരുടെ PG പഠിക്കാനായിട്ട് പോയി. എൻ്റെ റിലേറ്റീവ് ആണ് 2 പേരും, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോ ആ PG പഠിക്കാനുള്ള യൂറോപ്യൻ സ്കോളർഷിപ്പ് നേടി 50 ലക്ഷം രൂപയ്ക്ക് പോയി പഠിക്കുന്നു. പഠിച്ച ശേഷം അവര് 4 രാജ്യങ്ങളിലും 4 സെമസ്റ്ററുകളായി പഠിച്ച് തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാനും സ്വന്തം നാട്ടില് നല്ല ജോലി സമ്പാദിക്കാനും പരിശ്രമം നടത്തുന്നു. അത്തരത്തിലുള്ള നീക്കം നല്ലതാണ്. അതല്ല ഇനി വിദേശത്ത് അവർക്ക് നല്ല ജോലി കിട്ടുകയാണെങ്കിൽ അവിടെയും സുരക്ഷിതാവസ്ഥയിൽ അവർ സെറ്റിൽഡ് ആകുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഇതിലെ മഹാഭൂരിപക്ഷവും പോകുന്നതിൽ മഹാഭൂരിപക്ഷവും അവിടെ വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും കിട്ടുന്ന അറിയിപ്പുകൾ. അത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം വലിയ പ്രത്യാശയോടെ പോവുകയാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് ഞാൻ കേട്ടത് ഇംഗ്ലണ്ടിലടക്കം UK നമ്മുടെ ഇത്തരം കുടിയേറ്റങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കാനായിട്ട് പോകുന്നു, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്നു. അവിടെയൊക്കെ ചെറിയ പെട്ടിക്കടകൾ പോലുള്ള കോളേജുകൾ ആണ് അവർ പഠിക്കുന്നത്. ഇപ്പോഴത്തെ പണ്ടത്തെ പാരലൽ കോളേജിനേക്കാളും മോശമായ അവസ്ഥയിലുള്ളത് യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പഠിക്കേണ്ടി വരുന്നു. അതിന് പ്രത്യേകിച്ച് ഒരു അംഗീകാരം അന്തർദേശീയമായിട്ടില്ല. പക്ഷെ പണം മുടക്കേണ്ടി വരുന്നു. ഇവിടുന്ന് അവന്റെ ജീവനും സ്വത്തും അല്ലെങ്കിൽ അവന്റെ ഉപജീവന മാർഗമായിട്ടുള്ള സമ്പത്ത് മുഴുവനും ബാങ്കിന് പണയപ്പെടുത്തി പണമെടുത്ത് വിദേശത്ത് പോയി പഠിക്കുന്നു. പഠിക്കുന്ന സമയത്ത് ഒരാഴ്ചയിൽ 5, 10, 20 മണിക്കൂർ അവർക്ക് ഒരുപക്ഷെ അവിടെ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടുമായിരിക്കും. അതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകാം, അവന്റെ ഉപജീവനം നടക്കുമെന്ന് വിചാരിച്ചാണ് പോകുന്നതെങ്കിലും നല്ലൊരു ശതമാനത്തിന് അത് സാധിക്കാതെ വരുന്നു. നല്ലൊരു ശതമാനത്തിന് ആ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് പോയി കാര്യമായ വിലയില്ലാതെ വരുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നല്ല യൂണിവേഴ്സിറ്റികളും നല്ല സ്ഥാപനങ്ങളിലും പോകുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇത്തരത്തിലുള്ള റിക്രൂട്ടിംഗ് ഏജൻസികൾ ഏതെങ്കിലും വിധത്തിൽ വിദ്യാർത്ഥികളെ അവിടെ എത്തിച്ച് അവർക്ക് കിട്ടേണ്ട കമ്മീഷനും മേടിച്ചിട്ട് ഈ വിദ്യാർത്ഥികൾ അവിടെ നരകയാതന അനുഭവിക്കുന്ന ഇഷ്ടംപോലെ സംഭവങ്ങൾ UK-യിലും കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ള വസ്തുതയെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അത് നമ്മൾ തിരുത്തപ്പെടേണ്ടതുമാണ്. അതിന് തക്ക ഒരു യുവജന നയം നമ്മുടെ നാട്ടിലുണ്ടോ? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കൃത്യമായ ഒരു യുവജന നയം നമുക്ക് വേണം, നമ്മുടെ സംസ്ഥാനത്തിന് വേണം. ഒരു തൊഴിൽ നയം വേണം. നമ്മുടെ യുവജനങ്ങളെ വിദ്യാഭ്യാസപരമായിട്ട്
നമുക്കറിയാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് പാർലമെന്റിൽ ഒരു പ്രാവശ്യം അറിയിക്കുകയുണ്ടായി ഇന്ത്യയിൽ ഏറ്റവും തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. 10-1 പേര് വെച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഇന്ത്യയിലെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് തൊഴിലില്ലാത്തവരെന്ന് പറയുന്നുണ്ടായി. നമ്മൾ ആ കൂടി 2%, 2% ഉള്ളൂ. അപ്പൊ ആ തരത്തിൽ ഒരു തൊഴിൽ നയം നമുക്കില്ല, അത് സംസ്ഥാനത്തിനുമില്ല, ആ തരത്തിൽ നമുക്ക് സംവിധാനങ്ങൾക്കുമില്ല. സാമൂഹിക സുരക്ഷിത നയം നമുക്ക് ഇവിടെ ഇല്ല. അതുപോലെ തന്നെ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി നമുക്ക് ഇവിടെ ഇല്ല. ഒരു ഓണ്ടർപ്രണർഷിപ്പിൽ ചെന്നാൽ അതിനെ തകർക്കുക, ഒരു സ്വയം സംരംഭത്വവുമായിട്ട് ചെല്ലുന്ന ആളുകളെ അതിൽ നിരുത്സാഹപ്പെടുത്തുക, അവരെ ഏത് വിധേനയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. നിലവിലുള്ള സംവിധാനങ്ങളെ തകർക്കുക. ആശുപത്രികളാണെങ്കിൽ ആശുപത്രികളുടെ അവസ്ഥകൾ ഇപ്പൊ എത്രമാത്രം ശോച്യമായിരിക്കുന്നു. ആശുപത്രിയിലേക്ക് ഭരണാധികാരികൾ പോലും ചികിത്സയ്ക്ക് പോകാൻ ഭയക്കുന്ന അവസ്ഥയിൽ അവർ സ്വകാര്യ ആശുപത്രികളെ തേടി പോകുന്നു. സർക്കാർ ആശുപത്രികള് കൂടി 30% ആളുകളാണ് അതിന്റെ പ്രയോജനം എടുക്കുന്നത്. അവിടേക്ക് സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാര് പോലും ചികിത്സയ്ക്ക് പോകാൻ മടിക്കുന്ന സാഹചര്യങ്ങൾ. വിദ്യാലയങ്ങളെ രാഷ്ട്രീയത്തിന്റെ പേക്കൂത്തുകളായി വീണ്ടും ആ തരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമരമാർഗങ്ങളും കലാപങ്ങളും ബഹളങ്ങളും കലാലയങ്ങള് സർവകലാശാലകൾ അടക്കം ആ തരത്തിൽ ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയെ വീണ്ടും താഴേക്ക് വലിച്ചിടുന്ന വിധത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കൃഷി ഒരിക്കലും നമുക്ക് ആശാസ്യമായ രീതിയിൽ ചെയ്യാവുന്ന ഒരു പ്രതീക്ഷ നൽകാത്ത മേഖലയായി മാറിയിരിക്കുന്നു. ഇവിടെ ആശുപത്രികൾ ഇഷ്ടം പോലെ തുടങ്ങുന്നു, ആശുപത്രികളെ വർദ്ധിപ്പിക്കുന്നു. നമുക്ക് ഈ ഹോസ്പിറ്റലിന് വേണ്ടി ചെലവഴിക്കുന്നു ഗവൺമെന്റ് അവകാശപ്പെടുന്ന പണത്തിന്റെ ഒരു ഭാഗം കർഷകർക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങൾ നിർത്തുന്ന പോലെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിൽ ആ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ആരോഗ്യത്തെ പരിരക്ഷിക്കുകയും ചെയ്തത് ഹോസ്പിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നമുക്ക് ശ്രമകരമാണ്, അല്ലെങ്കിൽ എത്രയോ വിജയകരമായിട്ട് നമുക്ക് നാടിനെ നമ്മുടെ ആരോഗ്യ പരിരക്ഷയെ സാധ്യമാക്കി എടുക്കാമെന്നുള്ളത് എന്തുകൊണ്ടാണ് ചിന്തിക്കാതെ പോകുന്നത്? അതുപോലെ തന്നെ വ്യവസായം, ആരെങ്കിലും ഒരു സംരംഭകത്വ വ്യവസായം തുടങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന് ഏത് വിധേനയും തകർക്കുക എന്നുള്ള രീതി ഇന്നും മാറിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് തോന്നുന്നത് നമ്മുടെ കിഴക്കമ്പലം സാബു ഒക്കെ ഇവിടുന്ന് ഹൈദരാബാദിലേക്ക് ചേക്കേറിയതും 10,000-കണക്കിന് ആളുകള്, അതുപോലെ തന്നെ 1000-കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അനേകർക്ക് ജോലി കൊടുക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഇവിടുന്ന് മുളയിലെ നുള്ളിക്കളഞ്ഞിട്ട് ഇവിടുന്ന് ഓടിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുമാത്രം ആളുകൾക്ക് ജോലി കിട്ടുമായിരുന്നു. സാധാരണക്കാരടക്കം, ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം, സാധാരണ തൊഴിൽ ചെയ്യുന്നവരടക്കം എത്രയോ ആളുകൾക്ക് കിട്ടാവുന്ന ജോലികളാണ് നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു നയമില്ല, നമുക്ക് കൃത്യമായിട്ടൊരു നയമില്ല. അതിന്റെ എല്ലാം മുകളിൽ രാഷ്ട്രീയത്തെ സ്ഥാപിച്ചുകൊണ്ട്, അല്ലെ പാർട്ടിയത്തെ സ്ഥാപിച്ച്, രാഷ്ട്രീയം എന്നതിനെ വിളിച്ചുകൂടാം, പാർട്ടിയത്തെ സ്ഥാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തമാണ് ആ ദുരന്തം. ഇപ്പൊ അതേ സമയത്ത് ഭരണാധികാരികൾക്ക് ഇതിനൊന്നും എന്താ പറയാ വിഷമമില്ല. ഞാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏകദേശം 3 കോടി രൂപ ചെലവാക്കി ചികിത്സയ്ക്ക് മന്ത്രിമാരുടെ എന്ന് പറയുന്നു. കണ്ണട വാങ്ങാനായിട്ട് 3 ലക്ഷം രൂപ 4 മന്ത്രിമാർക്ക്. നമ്മളൊക്കെ സാധാരണ കണ്ണട വാങ്ങുന്നത് എത്ര രൂപയാകും, എത്ര വില കൂടിയത് വാങ്ങുന്നത് നമുക്കറിയാം. 4 മന്ത്രിമാർക്ക് 3 ലക്ഷം രൂപ കണ്ണട വാങ്ങാനായിട്ട് ചെലവഴിക്കുന്ന നാടാണിത്. അതുപോലെ രണ്ടാം പിണറായി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 19 മാസം കൊണ്ട് 2 കോടി രൂപയാണ് ചികിത്സയ്ക്ക് ആദ്യത്തെ 19 മാസം 1.5 വർഷം ചെലവാക്കിയത്. നമ്മുടെ കൃഷ്ണൻകുട്ടി മന്ത്രിക്ക് തന്നെ ഏകദേശം 60 ലക്ഷത്തിനടുത്ത് രൂപ ചെലവാക്കിയെന്നാ പറയുന്നത്. അതായത് വിവരാവകാശ നിയമമനുസരിച്ച് ലഭിച്ച രേഖയില് അദ്ദേഹം അതുപോലുള്ള മൃതപ്രായരായിട്ടുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ ആരോഗ്യമില്ലാത്ത മന്ത്രി എങ്ങനെയാണ് ഒരു മന്ത്രി സഭ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ധർമ്മങ്ങൾ നിർവഹിക്കുക, അദ്ദേഹം അതിനെ കൃത്യമായ വിധത്തിൽ ഭരിച്ചുകൊണ്ട് പോവുക? അങ്ങനെയുള്ളവരെ ആരെങ്കിലും നിർബന്ധിച്ചോ മന്ത്രിയാക്കാനായിട്ട്? 1.5 കോടി രൂപയിൽ അടുത്ത് മുഖ്യമന്ത്രിക്ക്, ഞാൻ പറയുന്നത് ചികിത്സിക്കുന്നത് തെറ്റാണെന്നുള്ളതല്ല, എന്തുകൊണ്ട് ഈ പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ ഇവിടെ ലഭിക്കമാക്കത്തക്ക വിധത്തിൽ സാധിക്കാതെ ഇത് വിദേശത്തേക്ക് കൊണ്ട് ഒഴുക്കുന്നു? പണ്ട് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പണം വന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമ്മുടെ ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് കൊണ്ട് അവരുടെ സമ്പത്ത് മുഴുവൻ അവിടെ PR എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഒന്നുകൂടെ ശോച്യമാവുന്നു. നമ്മുടെ ഈ കേരളത്തിലേക്ക് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 40 ലക്ഷത്തോളം എനിക്ക് തോന്നുന്ന കേരളത്തിന്റെ ഔട്ട്സൈഡ് കേരള തൊഴിലാളികൾ ഇവിടെ വന്നു കഴിഞ്ഞു. അവരുടെ മാസാമാസം കിട്ടുന്ന വരുമാനങ്ങള് കേരളത്തിന് വെളിയിലേക്ക് ഒഴുകുമ്പോൾ ആ തരത്തിൽ ഇവിടുത്തെ എക്സ്ചക്കറിൽ നിന്ന്, ഇവിടുത്തെ സാമ്പത്തിക സുരക്ഷിതാവസ്ഥയിൽ നിന്ന് നമ്മൾ വീണ്ടും മണലൊഴുകി പോകുന്ന, മണ്ണൊഴുകി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ ആണ് ഈ മന്ത്രിമാരുടെ ചികിത്സാർത്ഥം വിദേശത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പണമാണ് വിദേശത്ത് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇവിടെ ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു. ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുമ്പോൾ അതിനെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ന്യായങ്ങൾ ഉയർത്തി മറ്റ് സമരങ്ങൾ ചെയ്ത്, ഇപ്പൊ തന്നെ ഒരു സമരം നോക്കുക. ഈ സമരം കലാലയ കേരള യൂണിവേഴ്സിറ്റി നടക്കുന്ന സമരത്തിന്റെ ലക്ഷ്യം എന്താണ്? പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് വിധേനയും അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്യുക,
ഗവൺമെന്റുകൾക്കുണ്ടാകുന്ന പരാജയങ്ങളെ, സർക്കാരിനുണ്ടാകുന്ന അപജയങ്ങളെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ, ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്ന ഒരു രീതി ഇവിടെ കാലാകാലങ്ങളായി നിലനിൽക്കുന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് ജോജി എന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യുവജനങ്ങൾ ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വിദേശത്തേക്ക് ഒഴുകുന്നത്. അവിടെ സുഖകരമായിട്ടുള്ള അവസ്ഥയായിരിക്കണമെന്ന് നിർബന്ധം നമുക്കില്ല. പക്ഷെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്, അത് അപകടം ചെയ്യുമെന്നുള്ളതാണ് തീർച്ചയായും. ഓക്കെ, യെസ്, വളരെ വ്യക്തമായിട്ട് അങ്ങ് അവതരിപ്പിച്ചു. ഞാൻ ബിബിനിലേക്ക് വരികയാണ്. ബിബിൻ യുവജന പ്രതിനിധിയാണ്. യുവജനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഒരു ഡയറക്റ്റ് ഒരു ചോദ്യം ഇതാണ്: എത്രത്തോളം ബുദ്ധിമുട്ട് കേരളത്തിലെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് അങ്ങ് മുൻ SMYM പ്രസിഡന്റായിരുന്ന നിരവധി യുവജനങ്ങളുമായി നല്ലൊരു കോണ്ടാക്റ്റ് ഉള്ള വ്യക്തിത്വം കൂടിയാണ്. അപ്പോൾ എത്രത്തോളം ഒരു ബുദ്ധിമുട്ട് നമ്മുടെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട യുവജനങ്ങൾ നേരിടുന്നുണ്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോലി നാട്ടിൽ ലഭിക്കുന്നതിൽ? മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകുന്നവർ എന്തുകൊണ്ട് പിന്നീട് കേരളത്തിൽ തിരിച്ചു വരാൻ അത് അവർ ആഗ്രഹിക്കുന്നില്ല? ബിബിൻ. സാർ നമസ്കാരം. ഞാൻ ഇവിടെ ഒരു യുവജന പ്രതിനിധിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം യുവജനങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട എൻ്റെ സഹസംവാദകര് പറഞ്ഞ പോയിന്റ്സിനോട് കൂട്ടിച്ചേർത്ത് തന്നെയാണ് ഞാനും എൻ്റെ നിലപാട് അറിയിക്കുന്നത്. ബഹുമാനപ്പെട്ട ടോമച്ചൻ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ ചാക്കോ സാർ പറഞ്ഞതുപോലെ തന്നെ, മൈഗ്രേഷന് ഗുണമുണ്ട് ദോഷവുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ പൂർവികന്മാര് ഈ മലമ്പാമ്പിനോടും പെരുമഴയോടും ഒക്കെ പടവെട്ടി ജീവിച്ച് ഈ കുടിയേറ്റത്തിലൂടെ മുന്നേറി അല്ലെങ്കിൽ സമുദായം കെട്ടിപ്പടുത്ത് അല്ലെങ്കിൽ അവരുടേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തവരാണ്. അപ്പൊ അവരുടേതായ ആ പാരമ്പര്യം നമുക്കുണ്ട്. നമുക്കും തീർച്ചയായിട്ടും കുടിയേറ്റത്തിന്റെ ഒരു അംശമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങൾ വന്നിട്ടുമുണ്ട്. പക്ഷെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇലാബറേറ്റ് ആയിട്ട് ചിന്തിച്ചാൽ അതിനുള്ളിൽ, അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലായിക്കോട്ടെ, നമ്മളുടെ ചുറ്റുപാടുള്ളവരായിക്കോട്ടെ, ഒരു 10-ൽ 5 പേരും വിദേശത്തായിരിക്കും. ഈ 5 ഞാൻ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞാണ്. യഥാർത്ഥ കണക്ക് അതിലും ഒരുപാട് മുകളിലാണ്. യുവജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ അമ്മയോ അപ്പനെയോ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പിറന്ന നാട് നമുക്ക് ഒരിക്കലും വിട്ടുപോകാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ യുവജനങ്ങൾ +2 കഴിയുമ്പോഴേ അല്ലെങ്കിൽ 8-ൽ 9 പഠിക്കുമ്പോഴേ തന്നെ കുട്ടികൾ പറയുകയാണ്, ഞാൻ നാട്ടിൽ നിൽക്കുന്നില്ല, എനിക്ക് നാട് വിട്ടു പോകണം, ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ജോർജ് സാർ ചോദിച്ചതുപോലെ തന്നെ, ഒന്നാമത്തെ കാര്യം, നല്ല ജോലി കിട്ടുന്നില്ല. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ഒരു ടേം ഞാൻ കടമെടുക്കുകയാണ്. സിസ്റ്റത്തിന്റെ തകരാറാണ്. സിസ്റ്റത്തിന്റെ തകരാറ് തന്നെയാണ് ഇതിന്റെ കാരണമെന്നാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. നല്ല ജോലി കിട്ടുന്നില്ല. നമുക്കറിയാം സാർ, ഇപ്പോഴത്തെ സർക്കാരിലെ വിവിധ നേതാക്കന്മാരുണ്ട്. ഈ നേതാക്കന്മാരുടെ എത്രയോ ഭാര്യമാരാണ് വിവിധ സർവകലാശാലകളിൽ ഉന്നതമായ പദവിയിലിരിക്കുന്നത്. അതൊക്കെ നേരായ മാർഗത്തിലൂടെ ആണോ വന്നതെന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മൾ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ അതിന്റെ പിന്നാമ്പുറ കഥകളെല്ലാം കേട്ടതാണ്. ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തില് ഒരു CPO റാങ്ക് ലിസ്റ്റിൽ 1ഉം 2ഉം സ്ഥാനത്ത് നേടിയവര് കുത്തുകേസിലെ പ്രതികളായിരുന്നു. അവർ കുത്തുകേസിലെ പ്രതികളായതുകൊണ്ട് മാത്രമാണ് ഇവര് അനധികൃതമായിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് കയറിയതെന്ന് നമ്മൾ അറിയുന്നു. അങ്ങനെ നമ്മൾ അറിയാത്ത എത്രയോ പേര് ഇപ്പോൾ സർവീസിൽ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇത് നമ്മുടെ യുവജനങ്ങളോടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു വെല്ലുവിളിയാണ്. ഇത് സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ യുവജനങ്ങൾക്ക് നാട്ടിൽ നിൽക്കാനായിട്ട് തോന്നുന്നത്? അടുത്തിടെ നമുക്കറിയാം, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 14ാം വാർഡ് ഇടിഞ്ഞു വീണു. നമ്മളെ സംബന്ധിച്ച് പൊതു ആരോഗ്യ രംഗം നല്ലതാണ്, മികച്ചതാണെന്ന്, നമ്പർ 1 ആണ് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങോട്ട് എടുക്കാൻ യുവജനങ്ങൾക്ക് തോന്നുന്നില്ല. യുവജനങ്ങളെ സംബന്ധിച്ച് നല്ല ജോലികൾ കിട്ടുന്നില്ല. സർക്കാരുകൾ യുവജനങ്ങളെ തഴയുകയാണ് ചെയ്യുന്നത്. യുവാക്കൾക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ല. വേറെ എത്രയോ നാടുകളിൽ നല്ല നല്ല നേട്ടങ്ങൾ കൈവരിച്ച് യുവജനങ്ങളെ ആദരിക്കാനും അവരെ പ്രൊമോട്ട് ചെയ്യാനും സർക്കാരുകൾ മത്സരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ അതെല്ലാം പുറകോട്ടാണ്. നമുക്കറിയാം, നമ്മൾ പത്രത്തിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ യുവജനങ്ങളെ പ്രതിനിധീകരിച്ച് വിവിധ മത്സരങ്ങളിൽ പോകുന്നവർക്കൊക്കെ റെയിൽവേയിൽ അല്ലെങ്കിൽ റെയിൽവേ ടിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റാണ് സർക്കാരുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനമോ തുകയോ ജോലിയോ ഒന്നും കൊടുക്കുന്നില്ല. ആ സമയത്ത് വിവിധ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന 2 വർഷം ജോലി ചെയ്താൽ ശമ്പളവും കിട്ടും, ആജീവനാന്ത പെൻഷനും കിട്ടും. വേറെ ഏത് സംസ്ഥാനത്താണ് ഇതുപോലത്തെയുള്ള അവസരങ്ങളുള്ളത്? അപ്പോൾ സാധാരണ ഒരു യുവജനത്തിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇവിടെ ജീവിക്കാനായിട്ട് തോന്നുന്നത്? പിന്നെ വിദേശത്ത് പോയ എളുപ്പത്തിൽ പണവും പ്രശസ്തിയും കിട്ടുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് നമ്മളിലെല്ലാം ഒരു വിചാരമുണ്ട്. ശരിയാണ്, ഒരു പരിധി വരെ അത് ശരിയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ടോമച്ചനും ചാക്കോ സാറും പറഞ്ഞതുപോലെ അവിടെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റികളിലാണ് പഠിക്കുന്നത് എന്നൊന്നും അറിയുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു വ്യവസായം തുടങ്ങിയാൽ, നമുക്കറിയാം കേരളത്തിൽ ഇന്ത്യയിൽ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു വ്യവസായം തുടങ്ങിയാൽ എന്തെല്ലാം നൂലാമാലകളാണ്, എന്തെല്ലാം ഫോർമാലിറ്റീസ് ആണ് നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യവസായം കെട്ടിപ്പടുക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ വിജയിച്ച എത്ര യുവ സംരംഭകരുടെ പേര് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ പരാജയപ്പെട്ട, ആത്മഹത്യയുടെ വക്കിലായ, കടക്കണിയിലായ, പട്ടിണിയിലായ ഒരുപാട് യുവ സംരംഭകരുടെ പേര് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും.
നമുക്കറിയാം ഒരു സാജൻ എന്ന് പറയുന്ന ഒരു പ്രവാസ വ്യവസായി, അദ്ദേഹം ആന്തൂർ നഗരസഭയിലെ ഒരു സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അവിടെ കാലുകുത്താൻ പോലും അനുവദിക്കപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനം പൂട്ടിയെന്ന് മാത്രമല്ല, കടക്കണിയിലായി അദ്ദേഹം ആത്മഹത്യ തന്നെ ചെയ്തു. നോക്കുക, എന്തെല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങൾ ആണ് കേരളത്തിലെ യുവാക്കൾക്കെതിരെ നിലനിൽക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ യുവജന വകുപ്പ് എന്നൊരു വകുപ്പുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ആരാണ് നമ്മുടെ കേരളത്തിലെ യുവജന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി? 10 പേരോട് ചോദിച്ചാൽ 9 പേർക്കും അറിയത്തില്ല സാർ, നമ്മുടെ നാട്ടിലെ യുവജന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. 10ൽ 9 പേർക്കും അറിയത്തില്ല. അത് സാധാരണക്കാർക്കും അറിയത്തില്ല, അഭ്യസ്തവിദ്യരായവർക്കും അറിയത്തില്ല. കാരണം അങ്ങനെ അപ്രസക്തമായിട്ട് കിടക്കുകയാണ് നമ്മുടെ നാട്ടിലെ യുവജന വകുപ്പ്. നമ്മുടെ നാട്ടില് യുവജന ക്ഷേമ ബോർഡുണ്ട്. യഥാർത്ഥത്തിൽ ആ ബോർഡിൽ ഇരുന്നു കൊണ്ട് ആർക്കാണ് ക്ഷേമം കിട്ടിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പത്രങ്ങളിലൂടെയും ടിവിയിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും എല്ലാം ആർക്കാണ് അതിന്റെ നേട്ടം കിട്ടിയത് എന്ന് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ യുവ സംരംഭകരെ സർക്കാർ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവരെ ഡീപ്രൊമോട്ട് അല്ലെങ്കിൽ കീഴ്പോട്ട് അടിക്കാനാണ് ഇവിടുത്തെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ തൊഴിലിടങ്ങളിൽ മതിയായ വേതനം കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കും, ഒരു നേഴ്സിംഗ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ CBSE അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഇവർക്കൊന്നും ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന പ്രധാനപ്പെട്ട 3 മേഖലകൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇവരൊക്കെ ചെറുപ്പക്കാരാണ്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് മതിയായ വേതനം ലഭിക്കുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചവർക്കും ഉള്ള കടപ്പാടം പണയം വെച്ച് ഈ നാട്ടിനെ വെറുത്ത് അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോയി അവിടെ താമസിച്ചാൽ ഈ നാട്ടുകാരെ ഫേസ് ചെയ്യേണ്ട, ഇവിടുത്തെ ഈ സിസ്റ്റവും കാണണ്ട, അതോടൊപ്പം തന്നെ അത്യാവശ്യം അവിടെ എന്ത് പണിയെടുത്താലും നാട്ടുകാരറിയുന്നില്ലല്ലോ, എനിക്ക് അവിടെ നിന്ന് നല്ല ശമ്പളം കിട്ടുന്നുണ്ടല്ലോ എന്ന് അവർ കരുതുകയും ചെയ്യും. അങ്ങനെയാണ് മിക്ക യുവജനങ്ങളും നാട് വിട്ടു പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ വേതനം കിട്ടാത്തത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷമായി നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാനായിട്ട് സാധിക്കും, ഇപ്പോൾ ലഹരിയുടെയൊക്കെ പിന്നാലെ ധാരാളം യുവജനങ്ങളാണ് പോകുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇവർക്കൊക്കെ എൻഗേജ്ഡ് ആകാൻ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ, ഇവർക്കൊക്കെ കൃത്യമായ ഒരു ജോലി ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ തടയാൻ പറ്റില്ലേ? വിദേശത്ത് ഒരുപാട് നല്ല നല്ല ജോലികളിലൂടെ ധാരാളം സമ്പാദിക്കുന്ന നമ്മുടെ യുവാക്കൾക്ക് അതുപോലെ ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി കൊടുക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരിനും അതുപോലെ തന്നെ രാഷ്ട്രീയ ഭരണകൂട നേതൃത്വങ്ങൾക്കും പറ്റാത്തത്? ഇത് തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റത്തിന്റെ വീഴ്ച തന്നെയാണ്. ഇപ്പോൾ ഞാൻ അധ്യാപകരെ സംബന്ധിച്ചൊരു കാര്യം പറയാം. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്ത് നല്ലൊരു മൈലേജ് ആണ് നൽകിയിരിക്കുന്നത്. എയ്ഡഡ് സ്കൂളുകൾ നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും വിദ്യാഭ്യാസ മേഖലയെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് എയ്ഡഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർ, ഒരു ഫ്രഷ് അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന അധ്യാപകന് ഇന്ന് ഭിന്നശേഷിയുടെ വിഷയം പറഞ്ഞുകൊണ്ട് ശമ്പളം നിഷേധിക്കുകയാണ്, അങ്ങനെ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണ്. അങ്ങനെ 16,000-ഓളം അധ്യാപകരാണ് നെട്ടോട്ടമോടി നമ്മൾ നടക്കുന്നത്. ഇവരെല്ലാവരും ചെറുപ്പക്കാരാണ്, യുവാക്കളാണ് എന്ന് ഓർക്കുക. 30 വയസ്സും 32 വയസ്സായിട്ട് നിൽക്കുന്നവരുണ്ട്. ഒരു ജോലി ആകാത്തതിന്റെ പേരിൽ ഒരു കല്യാണം കഴിക്കാതെ വരെ നിൽക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ തലകുനിച്ച് നിൽക്കുന്ന ധാരാളം യുവതികളുള്ള നാടാണ് നമ്മളുടേത്. ഇതിനെല്ലാം കാരണം കൃത്യമായി യുവജനങ്ങളെ തഴയുന്നതിനെയാണ്. ഇനി സമുദായത്തിന്റെ കാര്യം എടുത്താൽ ബഹുമാനപ്പെട്ട ചാക്കോ സാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മൈഗ്രേഷന് വിധേയമാകുന്നത് നമ്മുടെ ക്രിസ്ത്യൻ യുവജനങ്ങളാണ്. അച്ഛൻ പറഞ്ഞ ഒരു വാചകം ഞാൻ കൂട്ടിച്ചേർന്നു. നമ്മളെ ക്രൈസ്തവരെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു വിഷനുണ്ട്, അതിന് നല്ലൊരു ഗുണമായിട്ട് തന്നെ ഞാൻ പറയുന്നു. പക്ഷേ നമ്മൾ ക്രൈസ്തവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് സംവരണം ലഭിക്കുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ച് നമുക്കാണെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു അഡ്മിഷന്റെ സമയത്തൊന്നും നമുക്ക് മതിയായ സംവരണം ലഭിക്കുന്നില്ല. നമുക്ക് ആകെ ഉപകാരപ്രദമെന്ന് തോന്നിയ EWS സംവരണം നമുക്ക് ലഭിച്ചപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ തന്നെ പലരും അതിനെതിരെ പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ EWS സംവരണത്തിൽ ഒരു ക്രൈസ്തവ ഐക്യം, ഒരു കത്തോലിക്ക ഐക്യം, ഒരു ക്രൈസ്തവ ഐക്യം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്രൈസ്തവരുടെ ഇടയിലുള്ള ഒരു ഭിന്നിപ്പും അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയത്തിന്റെ പേരിൽ പറഞ്ഞ് ഒരു സർക്കാർ ഇറക്കുന്ന നയങ്ങളെ നമ്മുടെ ക്രൈസ്തവരായ മറ്റ് എതിർ പാർട്ടിയിൽപ്പെട്ടവർ തന്നെ ചിലർ അനുകൂലിക്കുന്നു, ചിലർ എതിർക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും യുവജനങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ നാടിനോട് തീർച്ചയായിട്ടും ഒരു മടുപ്പ് തോന്നുന്നു. ഇപ്പോൾ ഞാൻ സാർ പറഞ്ഞ പോലെ ഞാൻ SMIM പ്രവർത്തിച്ച, അല്ലെ SMIM പാലാരൂപതയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായിട്ട് യുവജനങ്ങളുടെ പൾസ് അറിയുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ യുവജനങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ധാരാളം ഇടവകകളിൽ യുവജന പ്രവർത്തനങ്ങൾക്ക് അല്പം ഒരു ഷോർട്ടേജ് പോലെ അല്ലെങ്കിൽ അല്പം ഒരു സ്ലോ ഡൗൺ പോലെ പല ഇടവകളിലും ഫേസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കാലത്ത് ഇടവകയുടെ നെടുന്തൂണായി നിന്ന ആൾക്കാർ ജീവിത പ്രാരാബ്ദം മൂലം വിദേശത്തേക്ക് ചേക്കേറിയപ്പോൾ അവിടുത്തെ ആ ഒരു നടന്നുകൊണ്ടിരുന്ന ദിനചര്യകള് അല്ലെങ്കിൽ
പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, നമ്മുടെ സാമുദായിക സംഘടനാ പ്രവർത്തനങ്ങളിൽ തന്നെ യഥാർത്ഥത്തിൽ മാറ്റം വരികയുണ്ടായി. നമുക്കറിയാം, നമ്മളുടെ ഇടവകളിലൊക്കെ, എൻ്റെ ഒരു കുഞ്ഞിടവകയാണ്, അവിടെയൊക്കെ ധാരാളം വീടുകളാണ് കാരണവന്മാർ തന്നെ അപ്പനും അമ്മയായിട്ട് തന്നെ നടക്കുന്നത്. അവരുടെയൊക്കെ കാലശേഷം ആ വീടുകൾ എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ ഒരു കോൺക്രീറ്റ് ശവപ്പറമ്പായി നമ്മുടെ കേരളം, നമ്മുടെ ജില്ല, നമ്മുടെ നാട് മാറുമോ എന്നുള്ള ആശങ്കയാണ് നമ്മളെല്ലാം നയിക്കുന്നത്. അല്ലെങ്കിൽ ഭാവിയിൽ വൃദ്ധരുടെ ശതമാനം കൂടുതലുള്ള ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറുമോ എന്ന് വളരെയധികം ആശങ്കപ്പെടുന്നു. നമ്മളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ നല്ലൊരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ, യുവജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ധാരാളം പ്രവൃത്തികൾ ഉണ്ടായിരുന്നെങ്കിൽ, യഥാർത്ഥത്തിൽ ഇതൊക്കെ നമുക്ക് നടപ്പാക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ യുവജനങ്ങൾ വളർത്തിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെ, യുവജനങ്ങളെ കുറിച്ച് വളരെയധികം വിഷനുള്ള യഥാർത്ഥത്തിൽ രാജീവ് ഗാന്ധി അല്ലെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ അഭാവവും ഇന്ന് നമ്മളെ അകറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തില് യുവജനങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ, പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിഴലിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം കേരളത്തിൽ നിന്നും പ്ലെയിൻ കയറി ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് UK പോലുള്ള പലരും ഇപ്പോൾ വിദ്യാഭ്യാസം അവിടെ നടത്തുന്നു, അതിനുശേഷം ജീവിതം അവിടെ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ PR ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ UK, കാനഡ പോലുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അവിടേക്കാണ് എത്തുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങ് ശരിയായി എന്ന് നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കും. ഇത് ചോദിക്കാനുള്ള ഒരു പശ്ചാത്തലം, അങ്ങ് വളരെ ദീർഘകാലം UK-ലൊക്കെ ശുശ്രൂഷ ചെയ്ത വൈദികൻ കൂടിയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്നതൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണയാണോ? പ്രത്യേകിച്ച് മാറുന്ന സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പല ഘടകങ്ങളുമില്ലേ, പ്രത്യേകിച്ച് യൂത്ത് ആയിട്ടുള്ളവരൊക്കെ അവിടെ എത്തുമ്പോൾ? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ജോർജി. കുടിയേറ്റത്തിന്റെ, ഞാൻ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ കുടിയേറ്റത്തിന്റെ ഭാവാത്മകതയിൽ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സഭ, സീറോ മലബാർ സഭ, ഈ കുടിയേറ്റത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം നമുക്കുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിൽ ഒതുങ്ങി നിന്നിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒതുങ്ങി നിന്നിരുന്ന നമ്മുടെ ഈ സഭ ഒരു ആഗോള സഭയായിട്ട് മാറിയത് കുടിയേറ്റം വഴിയാണ്. ഞാൻ ഇംഗ്ലണ്ടിലെ ഒരു സാഹചര്യം പറഞ്ഞാൽ, ഓരോ ഞായറാഴ്ചയും സീറോ മലബാർ കുർബാന മലയാള ഭാഷയിൽ അർപ്പിക്കപ്പെടുന്ന 120 സ്ഥലങ്ങൾ ഗ്രേറ്റ് ബ്രിട്ടനിൽ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ, ഇതെങ്ങനെ സാധിച്ചു? കുടിയേറ്റം വഴിയാണ് സാധിച്ചത്. അപ്പോൾ നമ്മുടെ സഭ എങ്ങനെയാണ് എല്ലാ വൻകരകളിലും ഈ സഭയുടെ സാന്നിധ്യമെത്തി ഒരാഗോള സമൂഹമായിട്ട് മാറി എന്നുള്ളത് കുടിയേറ്റം വഴി സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എന്താണ് ഇങ്ങനെയുള്ള കുടിയേറ്റങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അപ്പം കുടിയേറ്റം ഒരു സഭയുടെ ഒരു വളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഇനി കുറച്ചുകൂടെ പഴയ കാലത്തിൽ പറഞ്ഞാൽ ആഭ്യന്തര കുടിയേറ്റങ്ങൾ, കേരളം കണ്ട ഏറ്റവും വലിയ 2 ആഭ്യന്തര കുടിയേറ്റങ്ങളാണ് മലബാർ കുടിയേറ്റവും ഹൈറേഞ്ച് കുടിയേറ്റവും. തിരുവിതാംകൂറിൽ ഒതുക്കി നിർത്തപ്പെട്ടിരുന്ന ഒരു സഭ, അത് കേരളത്തിൽ തന്നെ വ്യാപിക്കുന്നത് ഈ 2 കുടിയേറ്റങ്ങളുടെ പരിണിത ഫലമാണ്. അപ്പോൾ സഭയെ സംബന്ധിച്ച് ഞാൻ പറയും, ആശങ്കയേക്കാൾ നമ്മളുടെ വളർച്ചയുടെ ഒരു കാരണമായിട്ട് ഈ കുടിയേറ്റങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്കൊരു വലിയ റോളുണ്ട് എന്ന് പറഞ്ഞാൽ, ജോർജി സൂചിപ്പിച്ചതുപോലെ ഈ അക്കരപ്പച്ച കാണുന്ന ഒരു ചിന്ത, വിദേശ രാജ്യത്ത് എന്നാൽ എല്ലാം രക്ഷപ്പെടും, പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെന്നാൽ എല്ലാം ആകുമെന്ന് ചെന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുണ്ട്. അനേകർ അവിടെ വന്ന് കബളിപ്പിക്കപ്പെടുകയും ജീവിത സൗകര്യങ്ങൾ നേടാൻ പറ്റാതെ പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ള കഥകളും നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സത്വരമായ ഒരു ശ്രദ്ധ പതിയേണ്ടത്, വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ കുടിയേറ്റം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക്, ചെറുപ്പക്കാർക്ക് സംഭവിക്കാനിടയുള്ള അപകടങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധവൽക്കരണവും അവരോട് അതിന്റെ ആശയവിനിമയവുമാണ് ഇവിടെ നമുക്ക് സത്വരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുടിയേറ്റത്തിന്റെ ചതിക്കുഴികളെ കുറിച്ച്, കുടിയേറ്റങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഏജൻസികളുടെ മോഹന വാഗ്ദാനങ്ങൾക്ക് അപ്പുറമുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്, ഏറ്റവും പ്രസക്തമായിട്ടുള്ള മറ്റൊരു ചരിത്രപരമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, കുടിയേറ്റത്തിന്റെ ഒപ്പം നമ്മുടെ സംസ്കാരവും ഭാഷയും വിശ്വാസ പൈതൃകവും നഷ്ടപ്പെടുത്താതെ അത് സംരക്ഷിക്കാനുള്ള ഒരു ബോധവൽക്കരണവും നടപടികളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളതാണ്. കുടിയേറ്റത്തെ തടഞ്ഞു നിർത്താൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കത്തില്ല, അത് പല കാരണങ്ങളാൽ സംഭവിക്കാം. എന്നാൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും മഹത്തായ ഭാഷയും അത് നഷ്ടപ്പെടുത്താതെ നിലനിർത്തുന്നതിൽ നമുക്ക് സാധിക്കും. അതിനു വേണ്ട ബോധവൽക്കരണവും അതുപോലെ തന്നെയുള്ള നടപടികളുമാണ്
ഒരു സാമുദായികമായ കൂട്ടായ്മകൾ രൂപപ്പെടുത്തലുമാണ് ഇവിടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള സഭയുടെ വളർച്ചയിൽ കേരള സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് കുടിയേറ്റക്കാരെ, ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഈ സഭ കുടിയേറ്റക്കാരെ എന്നും അനുധാവനം ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മുടെ ശൈലിയാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ശൈലി അത് തന്നെയാണ്. കുടിയേറ്റക്കാരുടെ കൂടെ നടന്ന, അതാണ് പുറപ്പാട് ജനതയുടെ കൂടെ ദൈവം നടന്നു എന്ന് നമ്മൾ പറയുന്നു. സഭ എന്ന് കുടിയേറ്റക്കാരുടെയാണ്. ഒരു 1930 മുതൽ ആരംഭിച്ച മലബാർ കുടിയേറ്റത്തിൽ അരക്ഷിതരും പട്ടിണിക്കാരുമായ ജനത്തിന്റെ കൂടെ സഭയുണ്ടായിരുന്നു, പുരോഹിതരുണ്ടായിരുന്നു, സമർപ്പിതരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന കുടിയേറ്റക്കാരുടെ കൂടെ സഭ, വൈദികർ ഈ അനുധാവനം ചെയ്യുകയും അവർക്കാവശ്യമായ ആത്മീയവും മറ്റ് സഹായവും അവർക്ക് ഉറപ്പാക്കുകയും സേവനം ഉറപ്പാക്കുകയും കൂടെ നടക്കുന്ന ഒരു സഭ ഒരു യാഥാർത്ഥ്യമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് എവിടെയൊക്കെയാണ് കുറവുകൾ സംഭവിച്ചിട്ടുള്ളത് അത് വിമർശന ബുദ്ധിയാ നമ്മൾ പരിശോധിക്കുകയും നമ്മുടെ സംസ്കാരവും വിശ്വാസ പൈതൃകവും ഭാഷയും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് നിലനിർത്തുന്നതിന് വേണ്ട ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ള ഏറ്റവും കാലികമായിട്ടുള്ള ഒരു നിയോഗമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു കാര്യം കൂടി ലാസ്റ്റായിട്ട് അച്ഛനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നവർ മറ്റ് ഇടങ്ങളിലേക്ക് എത്തുന്നു, അവിടെ സഭാ സംവിധാനങ്ങളുമായിട്ട് ചേർന്ന് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കേരളത്തിലെ ഒരു സാഹചര്യം എടുത്ത് നോക്കുമ്പോൾ ഈ ഇത്തരത്തിൽ കുടിയേറുന്നവർ ഭൂരിപക്ഷവും ക്രൈസ്തവരാണ്. പ്രത്യേകിച്ച് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് നോക്കുമ്പോൾ സീറോ മലബാർ സഭാ സമൂഹത്തിൽ പെട്ടവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ബാർഗെയിനിങ് പവർ, ഒരു പൊളിറ്റിക്കൽ പവർ, ഒരു പൊളിറ്റിക്കൽ ബാർഗെയിനിങ് പവർ ഇത്തരത്തിലുള്ള വിദേശ കുടിയേറ്റം മൂലം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്ക സമുദായത്തിന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ലേ? ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കുടിയേറ്റങ്ങളെയോ ചെറുപ്പക്കാരുടെ പ്രവണതകളെയോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയില്ല. എങ്കിൽ പോലും കുടിയേറ്റങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മുടെ മുമ്പിലുള്ള യഥാർത്ഥ പ്രതിസന്ധി ചെറിയ കുടുംബങ്ങളായി നമ്മൾ മാറി എന്നുള്ളതാണ്. മക്കളില്ലാതെ പോയി എന്നുള്ളതാണ് യഥാർത്ഥ പ്രതിസന്ധി. ഒരു കുടുംബത്തിൽ മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അത് 1-2 പേർ അല്ലെ കുടിയേറുമ്പോഴും ആ വീട്ടിൽ അപ്പോഴും ആളുകളും. അപ്പോൾ ഒരു സാമുദായികമായിട്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ അണുകുടുംബങ്ങളായി മാറി കുഞ്ഞുങ്ങളില്ലാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പരിഹാര മാർഗമെന്ന് പറയുന്നത് വലിയ കുടുംബങ്ങൾ ഉണ്ടാവുക, മക്കൾ ഉണ്ടാവുക, ഒരു ജീവന്റെ സമൃദ്ധി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തലയെണ്ണത്തിനാണ്, അവിടെ ആൾബലത്തിനാണ് അവിടെ നിർണായകമായ സ്വാധീനം ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ആൾബലമുള്ളവരെ നമുക്ക് കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് കാര്യമില്ല. നമുക്ക് ആവശ്യത്തിന് വേണ്ട ആൾബലം ഉണ്ടാവുക, കുടുംബങ്ങൾ, സംസ്കാരം, വിശ്വാസ പാരമ്പര്യം അത് കൈമാറ്റം ചെയ്യപ്പെടാൻ വേണ്ട സാഹചര്യങ്ങൾ രൂപപ്പെടുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നവരുടെ ഈ തലമുറയുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഈ തലമുറ തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുകയും ജീവനു നേരെ ഒരു ഔദാര്യപൂർണമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മുടെ സമൂഹം നേരിടുന്ന പല രാഷ്ട്രീയ അവഗണനകളുടെക്കുമുള്ള അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നതിനൊക്കെയുമുള്ള യഥാർത്ഥ പരിഹാരം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ വ്യക്തമാണ്. ഡോക്ടർ ചാക്കോ കാളമറമ്പിൽ, നമ്മൾ ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അത്തരത്തിലൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, ഇപ്പോൾ ടോമച്ചൻ പറഞ്ഞതുപോലെ നമ്മൾ ചില പോസിറ്റീവ് വശങ്ങൾ അതിനുണ്ട്, പക്ഷേ ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ ഒരു ആംഗിളിലൂടെ നോക്കുമ്പോൾ ഈ കുടിയേറ്റം ഇത്തരത്തിൽ വർദ്ധിച്ചതിന് ശേഷം നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് വളരെയധികം, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ മലയോര മേഖലകളിലൊക്കെ സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് എന്ന ബോർഡുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മറവിൽ നടക്കുന്ന ചില ലാൻഡ് ഇടപാടുകൾ, സ്ഥല കച്ചവടങ്ങൾ, ചില നിഗൂഢ താല്പര്യത്തോടെ, ഒരു അധിനിവേശപരമായിട്ടുള്ള താല്പര്യത്തോടെ ചിലർ സ്ഥലങ്ങൾ കൈയെടുക്കുന്നു. ഇപ്പോൾ മലയോര മേഖലയൊക്കെ നമുക്കറിയാം, വന്യമൃഗശല്യം മൂലം അവിടെ നിന്നും ജനങ്ങൾ സ്ഥലവും വീടും ഒക്കെ വിറ്റ് വരുന്നു. അത് റിസോർട്ട് മാഫിയ പോലുള്ള സംവിധാനങ്ങൾ അത് കൈയടക്കുന്നു. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ വിദേശ കുടിയേറ്റത്തിന്റെ ഒരു പരിണിത നെഗറ്റീവ് ഇഫക്റ്റിന്റെ ഒരു ഫലമായി ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അധിനിവേശം ഈ റിയൽ എസ്റ്റേറ്റിലൂടെ, അത് റിസോർട്ട് മാഫിയ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള നിഗൂഢ ശക്തികളായിക്കോട്ടെ, അത്തരത്തിലൊരു പ്രതിഭാസം ഇവിടെ നടക്കുന്നില്ല. അത് ഗൗരവത്തിൽ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ലേ ഡോക്ടർ ചാക്കോ കാളമറമ്പിൽ?
ജോജി താങ്കൾ സൂചിപ്പിച്ചതിൽ 2-3 തലങ്ങളുണ്ട്. ഒന്ന്, വിദേശത്തേക്ക് പോകുന്ന മൈഗ്രൻസിന് അവർക്കുണ്ടാകാവുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ്. അത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തില് അവരവിടെ താമസിക്കുന്നു. പലർക്കും ജീവിതം രണ്ടറ്റവും മുട്ടിക്കാൻ കഴിയാതെ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്ന ഭക്ഷണ കിറ്റ് കൊണ്ട് ജീവിക്കുന്നവര് ഇവിടെ ബംഗാളികൾ കഴിയുന്നതിനേക്കാൾ ഗുരുതരമായ സാഹചര്യത്തിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ. അതുപോലെ സാമ്പത്തികമായിട്ട് അവർക്ക് ലോൺ എടുത്തും മറ്റും പോയിരിക്കുന്നതും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യങ്ങള്, അതുപോലുള്ള പ്രതിസന്ധികൾ, ജോലി ഇല്ലാത്ത അവസ്ഥ, സ്റ്റേ ബാക്ക് ഇല്ലാത്ത അവസ്ഥ, രാജ്യങ്ങള് ഇവരെ അത്തരത്തിൽ ഇനി പ്രോത്സാഹിപ്പിക്കാതെ തിരിച്ചയക്കാൻ നോക്കുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് കാനഡയിലും UK-യിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ അനധിവിദൂര ഭാവിയിൽ ഒരു 4-5 വർഷത്തിനുള്ളിൽ നല്ലൊരു റിട്ടേൺ തിരിച്ചുവരവുണ്ടാവും. ആ തിരിച്ചുവരവിലൂടെ അവർ നേരിടാവുന്ന പ്രതിസന്ധി, കാരണം ഇവിടെ അവർക്കുണ്ടായിരുന്ന ഭൂമിയും സ്വത്തുമെല്ലാം അവര് ഈ തരത്തിൽ ബാങ്കിന് പണയം വെച്ചിട്ട് അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. എന്നിട്ട് സ്വാഭാവികമായിട്ട് ഒരു 5 സെന്റ് സ്ഥലം എവിടെയെങ്കിലും വാങ്ങി അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന മാതാപിതാക്കളൊക്കെയാണ്. ഇവർ തിരിച്ചു വന്നാലുള്ള സാഹചര്യം എന്താണ്? അതൊരു വലിയ പ്രശ്നമാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ നേരിടാൻ പോകുന്ന വരുന്ന ഒരു 5-8 കൊല്ലത്തിനുള്ളിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഇത്തരത്തിലുള്ള കുടിയേറ്റ മൈഗ്രൻസ് തിരിച്ചു വരാനുള്ള സാധ്യത. അത് പല രാജ്യങ്ങളിലുണ്ട്. അവർക്ക് അവിടെ അരക്ഷിതാവസ്ഥ, അവരിവിടുന്ന് പോയത് ഇവിടുത്തെ സാമൂഹ്യ അരക്ഷിതാവസ്ഥയും ഇവിടുത്തെ സുരക്ഷിതമില്ലായ്മയും ഇവിടുത്തെ പ്രത്യാശയില്ലാത്ത അവസ്ഥയും ഇവിടുത്തെ രാഷ്ട്രീയ ഇരട്ടാപ്പെല്ലാം കണ്ടിട്ടാണെങ്കിൽ പോലും അവിടെ ചെന്നിട്ട് അതിൽ നല്ലൊരു ശതമാനത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ അവിടെ നേരിടുന്ന പ്രതിസന്ധികളുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ട്. അവർ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക മേഖലയിലും സാമൂഹ്യ മേഖലയിലും ഒക്കെ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളുണ്ട്. അതോടൊപ്പം ഇവരിങ്ങനെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ജോജി ചോദിച്ചതുപോലെ ചില ഗൂഢശക്തികള് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവര്, ചുള്ളുവിലയ്ക്ക് അവരുടെ ഭൂമി അടിച്ചെടുക്കുന്നവരുണ്ട്. ടൂറിസത്തിന്റെ മറവിൽ മലയോര മേഖലകളിൽ അടക്കം താമസിക്കുന്നവരെ വന്യമൃഗങ്ങളുടെ ശല്യം മുഴുവൻ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവരെങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി മക്കൾ പുറത്തുപോയി പഠിച്ചിട്ടാണെങ്കിൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് നിസ്സാര വിലയ്ക്ക് ഭൂമി വിറ്റ് പോരുമ്പോൾ ആ ഭൂമിയെല്ലാം ഏറ്റെടുത്തിട്ട് ടൂറിസ്റ്റ് മാഫിയകള് റിസോർട്ടുകൾ മറ്റുമാക്കി മാറ്റുന്നു. പരിസ്ഥിതിയുടെ പേരിൽ അവരെ ആറ്റി ഓടിക്കാൻ നോക്കുമ്പോഴും പരിസ്ഥിതിയുടെ പേരിൽ എടുക്കുന്ന ഭൂമി ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. അങ്ങനെ ഒരു ടൂറിസം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ജനക്ഷേമകരമല്ലാത്ത ഒരു ടൂറിസം പോളിസി നമുക്കിവിടെ നിലവിൽ കാണുന്നു. ടൂറിസം ഒക്കെ നല്ലതാണ്, പക്ഷെ അത് അവിടെയുള്ള ജനങ്ങളെ എങ്ങനെയും മലയോര മേഖലയിലുള്ള ജനങ്ങളെ അടക്കം തീരദേശത്തുള്ള ജനങ്ങളെ അടക്കം ഒഴിപ്പിച്ചുകൊണ്ടല്ല ടൂറിസം വേണ്ടത്. അവരായിരിക്കണം ടൂറിസത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ. നമ്മൾ കാശ്മീരിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത് അത് തന്നെയാണ്. അവിടുത്തെ ലോക്കൽസ് ആണ് ആ ടൂറിസത്തിന്റെ ഗുണഭോക്താക്കൾ ആകുന്നത്. ഗവൺമെന്റ് അതിന് വേണ്ടുന്ന ഒത്താശ ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇവിടെ പക്ഷേ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലോക്കൽസിനെ എങ്ങനെയും അവിടുന്ന് ഒഴിവാക്കിയിട്ട് ഗവൺമെന്റ് തന്നെ നേരിട്ട് ചില മാഫിയ സംഘങ്ങളുമായി ഉള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് ഈ ടൂറിസത്തിന്റെ മറവിൽ നടക്കുന്ന പരിസ്ഥിതി ടൂറിസം എന്ന പേരിലും മറ്റ് വിദേശ ടൂറിസം എന്നുള്ള പേരിലും സ്വദേശ ടൂറിസം എന്ന പേരിലും നടക്കുന്ന ചില ഇടപാടുകള് എല്ലാം ഞാൻ എങ്ങനെയാണെന്ന് പറയുന്നില്ല, അതിൽ നല്ലൊരു ശതമാനം ഇത്തരത്തിൽ നമ്മുടെ സംശയത്തിന് മുൾമുനയിൽ നിൽക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ ഭൂമികൾ നഷ്ടപ്പെടുന്നവര്, സ്ഥലം നഷ്ടപ്പെടുന്നവര്, വീട് നഷ്ടപ്പെടുന്നവര്, ഇത്തരത്തിലുള്ള ആളുകൾ ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ ഭൂമി നഷ്ടപ്പെടുന്നവരും സ്വന്തമായിട്ടുണ്ടായിരുന്ന ഉപജീവനം നഷ്ടപ്പെടുന്നവരുമായിട്ടൊരു സമൂഹം ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. വിദേശത്ത് പോയിരുന്നവർക്ക് ഒരുപക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് തിരിച്ചു വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയുടെ സമൂഹത്തെ കൂടുതൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവരിൽ നിലകൊള്ളുന്ന ഒരു അദൃശ്യ ദാരിദ്ര്യത്തെ ആരും കാണാതെ പോകുന്നു. ഈ അദൃശ്യ ദാരിദ്ര്യത്തിലൂടെ സമൂഹത്തില് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു സാമ്പത്തികമായ പിന്നോട്ടടി സംഭവിക്കാൻ പോകുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഈ മിഡിൽ ഗ്രൂപ്പിനെയാണ്. ഏറ്റവും താഴെ തടിയിലുള്ളവർക്ക് പ്രത്യേകിച്ചും ഡെയിലി വേജസിന് ഇപ്പൊ നല്ല സാമ്പത്തികമായിട്ടുള്ള നല്ല കൂലിയുണ്ട്, അതുകൊണ്ട് അവർക്ക് വിഷമം വരുന്നില്ല. അപ്പർ ക്ലാസ്സുകളും സ്വാഭാവികമായിട്ടും ഒക്കെ പിടിച്ചു നിൽക്കും ഇതിനോട്. പക്ഷെ ഈ മിഡിൽ ഗ്രൂപ്പ്, ഈ അദൃശ്യ ദാരിദ്ര്യം അനുഭവിക്കുന്ന മിഡിൽ ഗ്രൂപ്പുകള് സാമ്പത്തികമായി മുങ്ങിത്താഴാൻ പോകുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നു. അത് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന്റെ ഒരുപക്ഷെ അവർ ടൂറിസത്തിലൂടെ അത് കോമ്പൻസേറ്റ് ചെയ്യുമെന്നായിരിക്കും അവരുടെ കണക്കുകൂട്ടൽ. പക്ഷെ ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വവും ജനങ്ങളുടെ ക്ഷേമവും ലക്ഷ്യം വെക്കുന്ന ഒരു സർക്കാരിന് ഇതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം. ആ തരത്തിലുള്ള ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് ഇവിടുത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ നയിക്കുന്ന വിധത്തിലേക്ക് സർക്കാർ പോളിസികൾ മാറുന്നു എന്നുള്ളത് വലിയ അപജയം തന്നെയാണ്. അത് ഇവിടെ ഉണ്ടാക്കാവുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. എന്നോട് പറഞ്ഞ 1-2 വിദേശത്ത് ജോലി ചെയ്യുന്നവര് പറഞ്ഞത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വൈര്യമില്ലല്ലോ. അവര് വലിയ ജോലിയൊന്നും അവിടെ ചെയ്യുന്നവരല്ല, പക്ഷെ
ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? പുറത്തേക്ക് ഇറങ്ങി ഒന്ന് മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ല, വണ്ടി ഓടിക്കാൻ പറ്റില്ല, അവിടെ ബഹളമായി, ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ കുറ്റമായി, ഒരു കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായി. അതിലും ഭേദം ഞങ്ങൾക്ക് അവിടെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം അറ്റ്ലീസ്റ്റ് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെങ്കിലും അവിടെ ഉണ്ട് എന്ന് അവകാശപ്പെടുകയാണ്. അതിലേക്ക് കടന്നു കയറുന്നില്ലല്ലോ. ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറി ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല, ഞങ്ങൾ പട്ടിണി കിടന്നാൽ പോലും അതിനൊരു സുഖമുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം അവർ പറയുമ്പോൾ ഇവിടെ അത് കൊടുക്കാത്തതിന്റെ പേരിൽ ഈ സമൂഹം ഇത്തരത്തിലായി പോകുന്നതിന് ഉത്തരവാദിത്തം ആർക്കാണ് നമ്മൾ ആരിലാണ് നമുക്ക് ആരോപിക്കാൻ കഴിയുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജോലി. ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കാണാതെ പോകരുത്. ഒരു വശത്ത് സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ, രണ്ടാമത്തത് അരക്ഷിതാവസ്ഥയുടെ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷിതത്വം ഇല്ലാത്ത ഒരവസ്ഥ, മൂന്നാമത്തത് ഇത്തരത്തിൽ മാഫിയ സംഘങ്ങളുടെ ഇരകളായി തീർന്നുകൊണ്ട് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, നാലാമത് ഭാവിയെ കുറിച്ച് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന പ്രായമായ ഒരു തലമുറ. അതുപോലെ തന്നെ നമ്മുടെ ജനസംഖ്യ കണക്കെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം മരണനിരക്ക് 19.8%, ജനനനിരക്ക് 14%. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്നതിനേക്കാൾ 100 പേരിൽ 19 പേരിൽ 20 പേര് മരിക്കുമ്പോൾ 14 പേര് ജനിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സമൂഹം ഇപ്പോൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. അവർ ഈ സമൂഹത്തിൽ നിന്ന് അനധിവിദൂര ഭാവിയിൽ ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഈ അവസ്ഥ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളത് ഈ നാടിന്റെ ഈ സമുദായത്തിന്റെയും ഈ നാടിന്റെയും വലിയൊരു പ്രത്യാഘാതമാണ് എന്ന് തിരിച്ചറിയാതിരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ലാസ്റ്റ് ആയിട്ടൊരു ചോദ്യം ചാക്കോ സാറിനും ബിബിനും മറുപടി പറയാം. നമുക്കറിയാം നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത എല്ലാ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇപ്പോൾ ഈ സർക്കാർ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പിൻവാതിൽ നിയമനം, സംവരണമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇനി ഈ നമ്മുടെ സംരംഭകത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത പല വിഷയങ്ങൾ, അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ പോലും നമുക്കറിയാം ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഉദാഹരണം പറയുന്ന മറ്റൊരു വിഭാഗം അത് ഇപ്പോഴും വളരെ പ്രബലമായിട്ടുള്ള ഒരു സ്വാധീന ശക്തിയായി സമസ്ത മേഖലകളിലും വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാരണങ്ങളുണ്ട്. നമ്മളൊരു സ്വയം ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ക്രൈസ്തവ സമുദായത്തിന്റെ ഉള്ളിലെ ചില മനോഭാവങ്ങൾ മാറേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട്, മാത്രമല്ല ഈ സംരംഭകവുമായി ബന്ധപ്പെട്ട്, എന്റർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട്. നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇടവകയിൽപ്പെട്ട ഒരാൾ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നു. എത്ര പേർ ആ ഇടവക സമൂഹത്തിലുള്ളവർ ആ ഒരു സംരംഭത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം, ഇത്തരത്തിൽ മറ്റെല്ലാ തലങ്ങളിലും. അപ്പോൾ ഒരു മനോഭാവത്തിൽ ഒരു മാറ്റം അത്യന്താപേക്ഷിതം അല്ലേ എന്നൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമല്ലേ? ബിബിനാദ്യം മറുപടി പറയും. എന്നോടാണോ ജോജി? തീർച്ചയായിട്ടും ഞാൻ സാറിന്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ മനോഭാവത്തിലും ഒരു നിലപാടിലും തീർച്ചയായിട്ടും ഒരു മാറ്റം വരേണ്ടതുണ്ട്. ഏത് കാര്യത്തിലായിക്കോട്ടെ ഒരു ക്രൈസ്തവ ഐക്യം വളരെയധികം ആവശ്യമാണ് ഇന്നത്തെ, പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ഒരു കാലത്ത് നമ്മൾ ന്യൂനപക്ഷമല്ല എന്ന് വരെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 60 കാലഘട്ടത്തിലൊക്കെ നമ്മൾ ന്യൂനപക്ഷം അല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം അതുപോലെയായിരുന്നു നമ്മളുടെ ശക്തിയും നമ്മുടെ ജനസംഖ്യയും നമ്മുടെ ജനന നിരക്കുമല്ല. ഇന്ന് അത് വളരെ പടവലങ്ങ പോലെ കീഴ്പോട്ടാണ് പോകുന്നത്. 2011 സെൻസസിന് ശേഷം പിന്നീട് ഒരു കൃത്യമായ ഒരു ജനസംഖ്യയുടെ കൃത്യമായ ഒരു ആധികാരികമായ ഒരു ഡേറ്റ വന്നിട്ടില്ലെന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. എന്നിരുന്നാൽ പോലും അത് നമുക്ക് വളരെയധികം പ്രഡിക്റ്റബിൾ ആണ്. ക്രൈസ്തവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ ഇതിനെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ധാരാളം എന്റർപ്രണർഷിപ്പുകൾ, ധാരാളം സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. യുവജനങ്ങളെ ചേർത്ത് നിർത്താനായിട്ട് ധാരാളം പിതാക്കന്മാരും അതുപോലെ തന്നെ അച്ഛന്മാരും സംഘടനകളെല്ലാം ശ്രമിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും പ്രശംസനീയം തന്നെ. പക്ഷേ ഒരു ക്രൈസ്തവ ഐക്യം സാധ്യമായെങ്കിൽ മാത്രമേ ഇതുകൊണ്ടെല്ലാം ഒരു ഫലം ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ക്രൈസ്തവനായ ഒരാൾ ഒരു സംരംഭം തുടങ്ങിയിരിക്കട്ടെ, നമ്മുടെ ഇടവകയിൽ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട എത്ര പേര് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കും? തീർച്ചയായിട്ടും വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കൂടുതലും ആൾക്കാരും അവനെങ്ങനെ നശിച്ചുപോട്ടെ, അല്ലെങ്കിൽ അവനെ എങ്ങനെ കാലെ പിടിച്ച് മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടിക്കാം എന്നുള്ള മനോഭാവമായിട്ടാണ് നമ്മളിൽ ചിലരെങ്കിലും നടക്കുന്നത്. ഇപ്പോൾ അതിനെല്ലാം തീർച്ചയായിട്ടും മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ പണ്ടത്തെ ഒരു 10 വർഷത്തിനിടെ തീർച്ചയായിട്ടും ഒരു ക്രൈസ്തവ ഐക്യം അല്ലെങ്കിൽ ഒരു ക്രൈസ്തവൻ എന്നുള്ള ഒരു വികാരം തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യുവജനങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ക്രൈസ്തവ ഐക്യം സാധ്യമാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ തീർച്ചയായിട്ടും നാട്ടിൽ നിൽക്കുക തന്നെ ചെയ്യും. നാട്ടിൽ സംരംഭങ്ങൾ തുടങ്ങും. നമ്മുടെ സംരംഭങ്ങളെ നമ്മൾ മാത്രം പ്രോത്സാഹിപ്പിച്ചാൽ മതി അത് തീർച്ചയായിട്ടും മുമ്പോട്ട് പോകാൻ. ഇപ്പൊ നമുക്കറിയാം, സാറ് പറഞ്ഞതുപോലെ തന്നെ മറ്റു മതസ്ഥരെ സംബന്ധിച്ച് അവരുടേതായ ഒരു കടയുണ്ടെങ്കിൽ, ഒരു സംരംഭം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ഏത് ദുർഘട ഘട്ടങ്ങളിലാണെങ്കിലും അത് തേടി കണ്ടുപിടിച്ച് അങ്ങോട്ട് വരും. അവരെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ ഐക്യമുണ്ട്, അല്ലെങ്കിൽ
വിവിധ സംഘടനകളിൽ വിവിധ രീതിയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കണ്ടതാണ്. EWS സംവരണം വന്നപ്പോൾ, അല്ലെങ്കിൽ 80:20 ആ സംവരണ വിഷയം വന്നപ്പോഴൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടികളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് സംഘടനയുടെ കീഴിലായിക്കോട്ടെ, അവിടെ ഐക്യമുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ EWS സംവരണം ഞാൻ പറയുന്നത്. EWS സംവരണത്തിൽ ഒരു ക്രൈസ്തവ ഐക്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ഐക്യമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് ക്രൈസ്തവർക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് അവരുടെ രീതി തന്നെ മാറിപ്പോയി. അവരെ സംബന്ധിച്ച് അവര് വിചാരിക്കുകയാണ് +2 കഴിയുമ്പോൾ എവിടുന്നേലും കുറച്ച് കാശുണ്ടാക്കാം, അത് എന്റെ ഷെയർ, അല്ലെങ്കിൽ വീട്ടിലെ അപ്പനോടോ അമ്മയോടോ കൂട്ടുകാരുടെ കടം മേടിച്ച് എനിക്ക് വിദേശത്ത് പോകാം, അതുകൊണ്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ചിന്ത നമ്മുടെ യുവജനങ്ങളുടെ മനസ്സിൽ ചേക്കേറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ യുവജനങ്ങൾ തീർച്ചയായിട്ടും PSC, സിവിൽ സർവീസ് പോലുള്ള മേഖലകളിലേക്ക് തിരിയാത്തത്? എത്രയോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള ധാരാളം ഒഴിവുകളാണ് നമുക്കായി കാത്തിരിക്കുന്നത്. നമുക്ക് അതിനോട് മുഖംതിരിവാണ്. നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് കാശുണ്ടാക്കണം, പെട്ടെന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്തയോടുകൂടി നമ്മൾ വിദേശത്തേക്ക് പോവുകയാണ്. ഞാൻ അതാണ് പറഞ്ഞത്, ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ സർക്കാർ സർവീസുകളുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാനും സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെ നമ്മുടെ സമുദായത്തോടൊപ്പം സർക്കാർ, നമ്മുടെ സിസ്റ്റവും രാഷ്ട്രീയ ഭരണകൂടവും എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കാരണം നമ്മുടെ കുടുംബത്തിൽ തന്നെ എനിക്ക് അറിയാവുന്ന ഒരു ഇതുകൊണ്ട് ഞാൻ പേരൊന്നും വെളിപ്പെടുന്നില്ല. അവിടെ വിദേശത്തുള്ള മകനോടുള്ള ഒരു നയമല്ല നാട്ടിലുള്ള മകനോട് വീട്ടുകാർ പോലും സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ച് പോലും എനിക്ക് വിദേശത്തുള്ള ആൾക്കാർ മതി എന്നുള്ളൊരു ചിന്ത വിവാഹ സമയമാകുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ യുവജനങ്ങളെ പ്രതികൂലമായ രീതിയിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ യുവജനങ്ങളാണ്, യുവതികളാണ്, യുവാക്കളാണ് വിവാഹം പോലും നടക്കാതെ നമ്മളുടെ ഇടയിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ജോലിയുടെ പേരിലായിരിക്കാം അത് നടക്കാതെ പോകുന്നത്. അവരെ സംബന്ധിച്ച് എനിക്ക് വിദേശത്തുള്ള ആൾക്കാർ മതി, വിദേശത്ത് എന്ത് ജോലി ആയാലും എവിടെ താമസിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വിദേശത്തുള്ള ആൾക്കാരെ മതി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അതുവരെ ഉണ്ടായിരുന്ന ആ രീതി തന്നെ അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. വീട്ടുകാരെ സംബന്ധിച്ച് വീട്ടുകാർ തന്നെ കുട്ടികളെ കൂടെ പറയുകയാണ്, എടാ നീ എങ്ങനെയും വിദേശത്ത് പോകും, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഒരാൾ ഇനി തിരിച്ചു വന്നാലോ, എന്നാ പോണേ, അല്ലെങ്കിൽ അങ്ങനെയാണ് വീട്ടുകാരും ഉറ്റവരും ഉടയവരെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടില് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ ഈ ചോദ്യം ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു, നമുക്ക് സമ്മർദ്ദമില്ലായിരുന്നു, നമുക്ക് വളരെ നല്ല രീതിയിൽ നാട്ടിൽ നിൽക്കായിരുന്നു. അങ്ങനെ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ സമുദായത്തിന്റെ ശക്തി ഓരോ രീതിയിലും ഓരോ ഘട്ടങ്ങളിലും ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും. നമുക്ക് നല്ലൊരു വോട്ട് ബാങ്കായിട്ട് മാറുവാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും കൂടി നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും. 80:20 ആ വിഷയം നമ്മൾ എത്രയോ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് അത് പരിഹരിക്കപ്പെട്ടത്. ഇപ്പോഴും പൂർണ്ണമായിട്ടും അതിന്റെ അലയടികൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു സംഘടിത സമുദായ ശക്തിയായിട്ട് മാറാത്തതിന്റെ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മാറാത്തതിന്റെ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ മനോഭാവങ്ങൾ തീർച്ചയായിട്ടും അല്പമൊക്കെ മാറണം. അതിന് നമ്മൾ അൽമായരും ബഹുമാനപ്പെട്ട വൈദികരും ബഹുമാനപ്പെട്ട പിതാക്കന്മാരും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായം. അതോടൊപ്പം തന്നെ സർക്കാരും നമ്മളോടൊപ്പം നിൽക്കണം. നമുക്കറിയാം എല്ലാ സർക്കാരും അവരുടെ യുവജനങ്ങളെ മാത്രമേ പൊക്കിക്കൊണ്ട് പോകുള്ളൂ, നമുക്ക് തീർച്ചയായിട്ടും അർഹമായ പരിഗണനകൾ തരുന്നില്ല. പക്ഷേ അവിടെ ഒരു സംഘടിത ശക്തിയായി അല്ലെങ്കിൽ ഒരു സാമുദായിക പവറായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏത് കുലകൊമ്പനായാലും നമ്മുടെ മുമ്പിൽ പത്തിമുടക്കും. ആ ഒരു സാമൂഹിക വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് ഒരു ക്രൈസ്തവ ഐക്യം സാധ്യമാണെങ്കിൽ തീർച്ചയായിട്ടും യുവജനങ്ങൾക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് ഭവിക്കുന്നത്. കാരണം ഈ യുവജനങ്ങളാണ് നാളെ നമ്മുടെ നാട്ടിനെ മുമ്പോട്ട് നയിക്കുന്ന ആ ഒരു ഡ്രൈവിംഗ് സിസ്റ്റമായിട്ട് മാറുന്നത്. ഓക്കെ, ചാക്കോ സാർ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തോട് ഒരു കാര്യം കൂടി ആഡ് ചെയ്യുകയാണ്. പലപ്പോഴും നമ്മുടെ സാധാരണക്കാരനായിട്ടുള്ളൊരു അൽമാനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, ന്യായമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ സഭ എന്നോടൊപ്പം ഉണ്ടാകും, എൻ്റെ സമുദായം എന്നോടൊപ്പം ഉണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ ഇടവക എന്നോടൊപ്പം ഉണ്ടാകും, എൻ്റെ കുടുംബ യൂണിറ്റ് എന്നോടൊപ്പം ഉണ്ടാകും എന്നൊരു ധാരണ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ എത്ര പേരുടെ ഉള്ളിൽ ഉണ്ടാകും? അത് തന്നെ വലിയൊരു സൂചന നമ്മുടെ ഈ സമുദായത്തിൻ്റെ കെട്ടുറപ്പുമായി ബന്ധപ്പെട്ട്, ഐക്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകുന്നില്ലേ ഡോക്ടർ ചാക്കോ കളമരം? ഒപ്പം തന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിനും അങ്ങേക്ക് മറുപടി നൽകാം. വളരെ റെലവന്റ് ആണ് താങ്കൾ ചോദിച്ച രണ്ട് ചോദ്യങ്ങളും. എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹം നേരിടുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധികളിലെ ചിലത് പെട്ടെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് നമ്മുടെ ഈ വിദേശ കുടിയേറ്റത്തോടൊപ്പം തന്നെ നമ്മുടെ വൃദ്ധരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു വസ്തുത, കുട്ടികളുടെ എണ്ണം കുടുംബങ്ങളിൽ കുറയുന്ന വസ്തുത, വിവാഹപ്രായം ഉയരുന്നു എന്നുള്ള വസ്തുത, അതുപോലെ അവിവാഹിത പുരുഷന്മാരുടെ എണ്ണം കൂടുന്ന കാര്യം, അതുപോലെ തന്നെ കവട പ്രണയക്കണികൾ പോലുള്ള സംവിധാനങ്ങൾ, നിരീശ്വരവാദവും ലിബറലിസവും മതനിരാസവും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും ഒക്കെ സ്വാധീനത്തില് യൂത്ത് സഭയിൽ നിന്ന് അകലുന്ന സാഹചര്യം, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, അദൃശ്യ ദാരിദ്ര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തെ കാർന്നു നിരുന്ന അവസ്ഥ,
അതുപോലെ തന്നെ EWS പോലുള്ള സംവിധാനങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും പദ്ധതികളും മൈനോറിറ്റി പദ്ധതികളും നമ്മൾ അറിയാതെ പോവുകയോ പ്രയോജനപ്പെടുത്താതെ പോവുകയോ സാഹചര്യങ്ങൾ. രാഷ്ട്രീയത്തിൽ ക്രൈസ്തവരുടെ പ്രാതിനിധ്യം, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ അടക്കം മതിയായ പ്രാതിനിധ്യം ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ പ്രതിസന്ധികളായി നിൽക്കുന്നിടത്ത് നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ സമുദായം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, നമ്മുടെ സഭാ സമുദായം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ക്രൈസ്തവ കൺസോളിഡേഷൻ ആവശ്യമാണ്. ഇതിനകത്ത് ക്രിസ്ത്യൻ കൺസോളിഡേഷന്റെ ആവശ്യമാണ്, ബിബിനോട് സൂചിപ്പിച്ചതുപോലെ. അതായത് നേരിടുന്ന വെല്ലുവിളികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്തവ അംഗങ്ങളുടെ ഒരു ഏകോപനം, ഒരു കൺസോളിഡേഷൻ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്ന കത്തോലിക്ക കോൺഗ്രസ് പോലുള്ള സംവിധാനങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ബിപിൻ സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ട ചില എതിർപ്പുകളൊക്കെ വരുന്നുണ്ട്. EWS വിഷയം പറയുമ്പോഴോ JB കോശി കമ്മീഷൻ നടപ്പാക്കാൻ പറയുമ്പോഴൊക്കെ അതിനെതിരെ നിലകൊള്ളുന്ന തിരിഞ്ഞു കുത്തുന്ന ചില സ്വഭാവങ്ങൾ, ബൂമറാങ്ങളാകുന്ന ചില സ്വഭാവങ്ങളുള്ള വ്യക്തികളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ തമസ്കരിക്കില്ല. എന്നാൽ പോലും ക്രൈസ്തവരുടെ ഈ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, അവർ പിന്നോക്കാവസ്ഥയിലാണ്, ഇന്ന് മഹാഭൂരിപക്ഷവും പിന്നോക്കാവസ്ഥയിലാണ്. അത് നമ്മൾ പുറമേ കാണുന്ന ഒരു ബാഹ്യമായ പുറമോടിക്കപ്പുറത്തേക്ക് ഇതിലെ ഒരു 60% പേരും ഒരു പരിധിവരെ സാമ്പത്തികമായി നല്ല ടൈറ്റ് അനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥ കഴിയുന്നതാണ്. സ്കൂൾ തലം മുതൽ ഈ വിദ്യാർത്ഥികളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി അവിടെ കരിയർ പ്ലാനിങ് നടത്തി കൊണ്ടുപോകുന്നതിന് നമുക്ക് ഒന്നിച്ചു നിന്ന് പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ. അത് സഭാ നേതൃത്വവും സമുദായ നേതൃത്വവും എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചു ചേർന്നാൽ നടക്കും. PSC അല്ലെങ്കിൽ UPSC, ബാങ്കിങ്, അതുപോലെ പൊളിറ്റിക്സിലേക്കുള്ള പ്രവേശനത്തിന് ആവശ്യമായ കോച്ചിങ്ങുകൾ, ഇതൊക്കെ നമ്മൾ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് ഒന്നുകൂടെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ശക്തമായിട്ട് ഗവൺമെന്റിന്റെ പദ്ധതികൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് നമുക്ക് വീഴ്ച വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ തടയുന്നുണ്ട്. അതിനുവേണ്ടി നിലകൊള്ളാനും ശക്തമായി ശബ്ദിക്കാനും നമുക്ക് കഴിയണം. EWSന്റെ വിഷയങ്ങൾ കൃത്യമായി നമ്മുടെ മക്കളിലേക്ക് എത്തിച്ച് അതിന്റെ പ്രയോജനം എടുക്കുവാൻ, അതുപോലെ തന്നെ സ്കോളർഷിപ്പുകളുടെ കേസിൽ പ്രയോജനമെടുക്കുവാൻ, നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സംവിധാനം ഉണ്ടാകണം. നമ്മുടെ സമുദായത്തിൽ നല്ലൊരു സമൂഹം അധ്യാപകരുണ്ടല്ലോ. ഈ അധ്യാപകരെ ഈ തരത്തിൽ സമുദായത്തെ വളർത്താൻ അവരുടെ സമയവും സാഹചര്യവും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ വേണം അവരെ പരിശീലിപ്പിച്ചെടുക്കാനും. അവരെ സ്ഥാപനങ്ങളിൽ, ഇപ്പൊ ബിപിൻ സാറ് തന്നെ ഒരു അധ്യാപകനാണ്. അവരുടെ നമുക്കറിയാം, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ അവരെ ഒരു അധ്യാപകരെ അല്ലെങ്കിൽ ഒരു ഓഫീസ് അസിസ്റ്റന്റിനെ നിയമിച്ചാൽ പോലും 5 മണിക്ക് ശേഷം അവർ പിന്നെ സമുദായത്തിന് വേണ്ടി 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ നിർബന്ധിതരാണ്, അവരത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം കഴിഞ്ഞു, അല്ലെങ്കിൽ സമുദായാംഗങ്ങൾ അവരുടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ശമ്പളത്തിനുള്ള പണിയായി, പിന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കത്തക്ക വിധത്തിലുള്ള ഫോർമേഷൻ നമുക്ക് അധ്യാപനത്തിൽ അതുപോലെ മറ്റ് ജോലി സ്ഥലങ്ങളിൽ കൊടുക്കണം. സ്കോളർഷിപ്പുകള്, ലോണുകള്, അതുപോലെ തന്നെ കോച്ചിങ്, സർക്കാർ പദ്ധതി, ക്ഷേമ പദ്ധതികൾ, ഇതെല്ലാം പരിചയപ്പെടുന്ന കൃത്യമായ ഹെൽപ്പ് ഡെസ്കുകൾ നമ്മൾ എനിക്ക് തോന്നുന്നത് സഭാടിസ്ഥാനത്തിലും രൂപതാടിസ്ഥാനത്തിലും സംഘടനാടിസ്ഥാനത്തിലും ഉണ്ടാകണം. അതുപോലെ തന്നെ ജോബ് പോർട്ടലുകളും സഭയ്ക്ക് തന്നെ ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും വേണം. നമുക്ക് എത്രയോ ആശുപത്രികളുണ്ട്, എത്രയോ വിദ്യാലയങ്ങളുണ്ട്, എത്രയോ സംവിധാനങ്ങളുണ്ട്. കുറെ പേരെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് സ്ഥാപനങ്ങളടക്കം. അപ്പോൾ ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ്. നമ്മുടെ ഈ പുറത്തേക്കുള്ള ഒഴുക്കിനെ തടയാൻ, മക്കൾക്ക് ഇവിടെ ജോലി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ, അർഹർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ സുതാര്യമാക്കി ചെയ്യണം. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഒഴുക്കിനെ തടയിടുവാനായിട്ട് നമുക്ക് കുറെയൊക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയും നല്ല ലക്ഷ്യത്തോടെയും സ്കോളർഷിപ്പോടെയും വിദേശത്തേക്ക് പഠനങ്ങൾക്ക് പോകുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും അത്തരത്തിൽ അവരെ ലക്ഷ്യത്തിൽ എത്തിക്കാനും നമുക്ക് കഴിയണം. വിദേശത്തേക്കുള്ള ഒഴുക്കെല്ലാം തെറ്റാണെന്നുള്ളതല്ല നമ്മൾ പറയുന്നത്, മറിച്ച് വിദേശത്തേക്കുള്ള ഒഴുക്കിലൂടെ അവരുടെ കുടുംബത്തിനും അവരുടെ ഭാവി തലമുറയ്ക്കും സംഭവിക്കാവുന്ന അപജയങ്ങളും അതുവഴി സമുദായത്തിനുണ്ടാകുന്ന ദൂഷ്യങ്ങളും ഈ സംസ്ഥാനത്ത് നേരിടാവുന്ന സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയമായ പ്രതിസന്ധികളും അഡ്രസ് ചെയ്യാൻ തക്ക വിധത്തിൽ ഒരു പോളിസി നമുക്കുണ്ടാവണം കൃത്യമായിട്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് സഭയ്ക്കും സമുദായത്തിനും ഒന്നുചേർന്ന് ചിന്തിച്ചാൽ, ഇവിടെ ബിപിൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ അച്ഛന്മാരും നമ്മുടെ ആത്മായ നേതൃത്വങ്ങളും നമ്മുടെ വിവിധ ഡിനോമിനേഷനുകളും ഒന്നിച്ചിരുന്നുകൊണ്ട് ഒരു ക്രിസ്ത്യൻ കൺസോളിഡേഷൻ, ഇപ്പം നോർത്ത് ഈസ്റ്റിലൊക്കെ ഒരു ക്രിസ്ത്യൻ കൺസോളിഡേഷൻ നടന്ന് അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി വരെ രൂപീകരിച്ചു. അവിടെ മേഘാലയ ഭരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയാണ്. അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നോർത്ത് ഈസ്റ്റിലുള്ളത് അവർ കൃത്യമായിട്ട് ഇതിനെ അഡ്രസ് ചെയ്ത് പോകുന്നുണ്ട്. ഗോവയിൽ അത്തരത്തിലുണ്ട്, കേരളത്തിലും അത്തരത്തിലുള്ള ഒരു കൺസോളിഡേഷൻ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറിയിരിക്കുന്നു. ആ കൺസോളിഡേഷനിൽ നിന്നുകൊണ്ട് നമ്മളൊരു ബാർഗെയിനിങ് പവറായി ഈ കാലഘട്ടത്തിൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാര് നമ്മളെ ചവച്ചു തുപ്പുന്ന കരിവേപ്പില പോലെ എടുത്തു കളഞ്ഞൊരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളത് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതനുസരിച്ച് നമ്മൾ പ്രതികരിക്കണം. അതിനുള്ള ഒരു കൂട്ടായ യജ്ഞവും പരിശ്രമവും ഷെക്കിനാസ് പോലുള്ള ചാനലുകളുടെ സഹകരണത്തോടെ, നമ്മുടെ സമുദായ നേതൃത്വത്തിന്റെ സഹകരണത്തോടെ, നമ്മുടെ സഭാ നേതൃത്വ സഹകരണത്തോടെ, നമ്മുടെ ഇടയിൽ തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ സമുദായത്തിലെ ഇപ്പോൾ സർക്കാർ ജോലിയിലും മറ്റു കാര്യങ്ങളിലുമുള്ള
വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് ഒരുപാട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഹയർ എഡ്യൂക്കേഷനിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ വളരെ പിന്നിലാണിപ്പം. ആ സാഹചര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യണം. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ മെഡിക്കൽ കോളേജുകളിൽ അതുപോലെ നഴ്സിംഗ് കോളേജുകളിലൊക്കെ നമ്മുടെ കുട്ടികളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ തന്നെ അതിനകത്ത് അഡ്മിഷൻ കൊടുത്തുകൊണ്ട് ഈ നാളേക്കുള്ള ഒരുക്കങ്ങൾ നടത്താനൊക്കെ നമുക്ക് ബാധ്യതയുണ്ട്. ആ തരത്തിലുള്ള നീക്കം നടത്തി കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസവും ബോധ്യവും. വളരെ വ്യക്തമാണ് ആശയങ്ങൾ. തീർച്ചയായിട്ടും ഇവിടുത്തെ യുവജനങ്ങളെ, ഇവിടുത്തെ വിദ്യാർത്ഥികളെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്തുവാനുള്ള സത്വരമായിട്ടുള്ള അടിയന്തര പ്രാധാന്യത്തോടെയുള്ള യുദ്ധകാല അടിസ്ഥാനത്തോടെയുള്ള ഒരു നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. ഒപ്പം തന്നെ സഭാ നേതൃത്വത്തിനും ഈ ഒരു വിഷയത്തിൽ വളരെ വലിയൊരു പങ്ക് തന്നെയുണ്ട്. സമുദായ അംഗങ്ങളെ സമുദായത്തോട് ചേർത്ത് നിർത്തുന്നതിൽ. ഓർക്കുക, ജനങ്ങൾ ഉണ്ടെങ്കിലേ ഇവിടെ സ്ഥാപനങ്ങൾ ഉള്ളൂ. അതിനാൽ തന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. സിസ്റ്റത്തിന്റെ തകരാർ എത്രയും വേഗം പരിഹരിക്കുവാൻ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ ഈ ഒരു ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ടോം ഒലിക്കരൂട്ട്, ഒപ്പം തന്നെ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ബിബിൻ ചാമക്കാലയിൽ, 3 പേർക്കും നന്ദി.